എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ എല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയിൽ നിന്ന് തുടങ്ങണം എന്നാ പറയുന്നത്. അപ്പോൾ എന്നെ ഈ സെഷന് വിളിച്ചതിനുള്ള എല്ലാ നന്ദിയും ഞാൻ സഭായോഗത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഗവൺമെന്റ് രൂപീകരിക്കാൻ തയ്യാറായി എന്നതിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസ നയം എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അതിപുരാതന കാലം മുതൽ തന്നെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം. ഓരോരോ കാലത്തും ഭരണകൂടങ്ങൾ അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അതിനുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് പുരാതന കാലത്തായാലും മധ്യകാലത്തായാലും കൊളോണിയൽ സംസ്കാരമുള്ള കാലത്തായാലും അല്ലെങ്കിൽ കൊളോണിയൽ ഭരണകൂടത്തിന്റെ കാലത്തായാലും അത് കഴിഞ്ഞ് സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു പ്രത്യേകത എന്നുള്ളതാണ് പൊതുവായിട്ട് ഒരു ചോദ്യം ഉണ്ടാവുക. ആ ചോദ്യത്തിനുള്ള ഉത്തരം 21ാം നൂറ്റാണ്ടോട് കൂടി ലോകത്തിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുക, എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടായില്ലേ എന്നതായിരിക്കും. എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ മാറ്റങ്ങളുടെ വേഗത വളരെ കൂടി എന്നതാണ് 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ലോകത്ത് സംഭവിച്ചത്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബ്രേക്ക് നെക്ക് സ്പീഡ് എന്ന് പറയും. നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്കും, നമ്മൾ തനി നാടൻ മലയാളം തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ഈ മാറ്റങ്ങളെ എങ്ങനെ പുതിയ തലമുറക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, ആ രീതിയിലേക്ക് എങ്ങനെ വിദ്യാഭ്യാസ നയത്തെ മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ മാറ്റാം എന്നുദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു നയരൂപീകരണമാണ് ഗവൺമെന്റ് നടത്തിയത്. ആ നയരൂപീകരണം നടത്തുമ്പോൾ തന്നെ, ആധുനികവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ തന്നെ മാധവേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജനതയായിരിക്കണം. അതേ സമയത്ത് തന്നെ ആ ജനതയ്ക്ക് ഒരു ലോകത്തിനെ കുറിച്ചിട്ടുള്ള ഒരാശയം അല്ലെങ്കിൽ ഒരു വ്യൂവും ഉണ്ടാവണം. ഒരു വേൾഡ് സിറ്റിസൺ അല്ലെങ്കിൽ ഗ്ലോബൽ സിറ്റിസൺ എന്ന രീതിയിലേക്ക് അവർക്ക് മാറാൻ, വിശ്വപൗരൻ എന്ന രീതിയിലേക്ക് അവർക്ക് മാറാനും സാധിക്കണം. ആ വിശ്വപൗരൻ എന്നുള്ള മാറ്റം വരുമ്പോൾ നമ്മുടെ നാടിന്റെ സംസ്കാരവും സാഹചര്യങ്ങളും മറന്നു പോകാൻ പാടില്ല. അതിലൂന്നിക്കൊണ്ടുള്ള വിശ്വപൗരത്വമാണ് നമ്മുടെ യുവാക്കളിൽ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കേണ്ടത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. അതുപോലെ തന്നെ 21ാം നൂറ്റാണ്ടിൽ വന്ന മറ്റൊരു വലിയ മാറ്റമാണ് നമ്മുടെ 20ാം നൂറ്റാണ്ട് വരെ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം, ഒരു ജോലി നേടുക. ഞാനും ഒക്കെ 1970-80കളിൽ വിദ്യാഭ്യാസം നേടിയ ആളാണ്. അപ്പോഴൊക്കെ സംഭവിച്ചത്, നമ്മുടെയൊക്കെ ലക്ഷ്യം 10ാം ക്ലാസ് കഴിയണം, അത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പോകണം, ഡിഗ്രിക്ക് പോകണം, ഒരു LD ക്ലർക്ക് ആവണം, അല്ലെങ്കിൽ ഒരു KSRTC കണ്ടക്ടർ ആവണം, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൽ കയറണം, അല്ലെങ്കിൽ ഒരു അധ്യാപകനാവണം. ഒരു ജോലി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമ്മളൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത്. നമ്മളോടൊക്കെ നമ്മുടെ മനസ്സിൽ അതാണ് കുത്തിവെച്ച് തന്നത്. പ്രൈമറി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം മുതൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ അധ്യാപകന്മാർ നമ്മളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നമ്മളിപ്പം പഠിക്കാതെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളോട് പറയാം, നിനക്കൊന്നും ഒരു ജോലിയും കിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റില്ല എന്നുള്ളതല്ല. അതാണ് ഞാൻ പറയുന്ന മാറ്റം. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്ന്. ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ വിദ്യാഭ്യാസം ആദ്യം
സ്വാതന്ത്ര്യാനന്ത ഇന്ത്യയിലെ വിദ്യാഭ്യാസം, അതിന് മുന്നേക്കുള്ള കാലത്തേക്ക് പോകുന്നില്ല. സ്വാതന്ത്ര്യാനന്ത കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസം ആദ്യകാലത്ത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഫോക്കസ് ചെയ്തത് വ്യവസായവൽക്കരണത്തോടു കൂടി ഉയർന്നു വന്ന ഓഫീസുകളിലേക്ക് വേണ്ട അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങളിലേക്ക് വേണ്ട തൊഴിലാളികളെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ആ ലക്ഷ്യത്തിനാണ് ഒരു വലിയ മാറ്റം വന്നത്. പിന്നീട് വിദ്യാഭ്യാസ നയവും അതിനനുസരിച്ച് മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയായി. അങ്ങനെയാണ് ഇന്നത്തെ ഈ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതും ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ജോലി നേടുന്നതിനേക്കാളും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതം എങ്ങനെ നല്ലതാക്കാം, അല്ലെങ്കിൽ ഒരു നന്മയോട് കൂടിയുള്ള ജീവിതം എങ്ങനെ ഒരു സിറ്റിസണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചായി മാറി. ആ മാറ്റമാണ് നമ്മൾക്ക് മനസ്സിലായത്. ആ മാറ്റമാണ് എൻ്റെ ഇന്നത്തെ ഡിസ്കഷനിലെ ആദ്യത്തെ പോയിന്റ്. എഡ്യൂക്കേഷൻ ഫോർ ജോബ് ടു എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്. ജോലിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്നതിൽ നിന്നും ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്നതിലേക്കുള്ള മാറ്റം. അപ്പൊ നമ്മൾ സാധാരണമായിട്ടും ചോദിക്കും, ഇങ്ങനെ ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന മാറ്റം വരുമ്പോൾ അത് എങ്ങനെയാണ് സമൂഹത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നത്. അല്ല, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ജോലിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ജോലിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ജോലിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എപ്പോഴും ഏത് ജോലിയാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ജോലിയാണോ മാർക്കറ്റിലുള്ളത് ആ ജോലിക്ക് ഉതകുന്ന രീതിയിലുള്ള കഴിവുകൾ കുട്ടികളിൽ ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും. സാങ്കേതികവും തൊഴിൽപരവുമായ കഴിവുകൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുക. അത് പലപ്പോഴും വിദ്യാർത്ഥികളുടെ മാനസികോല്ലാസത്തെയോ അല്ലെങ്കിൽ അവരെങ്ങനെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ചോ ആ വിദ്യാഭ്യാസ നയത്തിൽ കാര്യമായ ഒന്നും ഉണ്ടാകില്ല. അത് തൊഴിലിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നത് മാത്രമായിരിക്കും. അതേ സമയത്ത് ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തൊഴിൽ മേഖലയിലേക്ക് വേണ്ട നൈപുണ്യങ്ങളോടുകൂടി അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് വേണ്ട നൈപുണ്യങ്ങൾക്ക് പരിശീലനം നൽകുന്നതോടുകൂടി മാനസികോല്ലാസത്തിനും നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള മൂല്യങ്ങളും കുട്ടികളിൽ കുത്തിച്ചെലുത്തുക എന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസം ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കാൻ കൊടുക്കുന്നത് ആ സിലബസിന് മാത്രമല്ല ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ ഒരു കരിക്കുലം, ആ കരിക്കുലം എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇന്ന് ഗവൺമെന്റുകൾ സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കുട്ടികളുടെ ബുദ്ധിപരവും മാനസികവുമായ കഴിവുകൾ ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് കുട്ടികൾക്ക് നല്ല ജീവിതം നയിക്കാനുള്ള ഒരു പന്ഥാവിലേക്ക് കുട്ടികളെ എത്തിക്കണം എന്നതാണ് ഇന്നത്തെ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ജോലി എന്ന ലക്ഷ്യത്തിൽ നിന്നും നേരെ മറിച്ച് കുട്ടികൾക്ക് എങ്ങനെ നന്നായി ജീവിക്കാൻ പറ്റും എന്ന രീതിയിലേക്കുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികളിൽ മറ്റ് പല നൈപുണ്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അവർക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജോലി ചെയ്തിട്ടായാലും ആ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങിയാലും അവർക്ക് മുന്നോട്ട് നന്നായിട്ട് ജീവിച്ചു പോകണമെങ്കിൽ മറ്റു പല സ്കില്ലുകളും അവർക്ക് അത്യാവശ്യമാണ്. ഉദാഹരണമായിട്ട് അവർക്ക് വിമർശനാത്മക ചിന്ത, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും, അത് നമ്മൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇന്റലിജൻസ്, വെൽബീയിങ്, ക്ഷേമം, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എന്ന് പറയുമ്പോഴേക്ക് അതിലേക്ക് വരുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഇമോഷണൽ
ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടി കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ നയങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും നമ്മുടെ സ്കൂളുകളിൽ നിന്ന് എന്താണ് ചെയ്തതെന്ന്. നമ്മുടെ സ്കൂളിൽ നമ്മൾ കുറച്ച് പാഠഭാഗങ്ങൾ പഠിപ്പിക്കും. ആ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള എക്സാമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പരീക്ഷകൾ ഉണ്ടാവും. അതേ സമയത്ത് കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയുള്ള, മറ്റ് നൈപുണ്യ വികസനത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനെയുള്ള സ്കില്ലുകൾക്ക് വേണ്ടി, ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള സ്കില്ലുകൾക്ക് വേണ്ടി പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസ നയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നാണ് ഇന്നത്തെ വിദ്യാഭ്യാസ നയം പറയുന്നത്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ്. ആ നൈപുണ്യം കൂടി കുട്ടികളിലേക്ക് നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ ചെറുപ്പക്കാരായാലും ഈവൻ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും അവർക്ക് പലപ്പോഴും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നത്. പലരും സ്ട്രെസ് അനുഭവിക്കുകയും ജീവിതത്തെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പകുതി വഴിക്ക് വെച്ച് അവസാനിപ്പിക്കുന്നവർ പോലും ഉണ്ടാകുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ, ഇപ്പോ കണ്ണൂരിൽ നടന്ന സംഭവം, അവിടെ ആ ഡെപ്യൂട്ടി കലക്ടർ ആത്മഹത്യ ചെയ്ത സംഭവം, എന്താണോ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, നല്ലതായാലും മോശമായാലും അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ആ നല്ല ഉദ്യോഗസ്ഥന് ഉണ്ടായില്ല. അന്നേരം അങ്ങനെയുള്ള ചലഞ്ചസ് വരുമ്പോൾ എങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം എന്നതിന് കൂടിയുള്ള കഴിവ് നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാക്കണം എന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസത്തിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ചലഞ്ചുകൾ ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പോൾ ആ കാര്യങ്ങളുമായി എങ്ങനെ നമ്മൾക്ക് താരതമ്യപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കണം. അതിനനുസരിച്ചിട്ടുള്ള പാഠ്യപദ്ധതികൾ ഉണ്ടാകണം എന്നതാണ് ഇതിന്റെ ഈ പ്രത്യേക രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ് വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടി എന്നതിന്റെ ഒരു കാതലായ വശം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് വേണ്ടി വരിക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ജോലികൾ ചെയ്യാനും പലതരത്തിലുള്ള എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങുവാനും ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് നമുക്ക് വേണം. ഒരു കാര്യം മാത്രം അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസത്തിൽ പറ്റുന്നത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യണം, ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യണം. നമുക്ക് അതിനെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള മൾട്ടി ടാസ്കിങ് സ്കില്ല് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തെ ഒരു ലക്ഷ്യം. അപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പല മേഖലകളിൽ നൈപുണ്യം ഉണ്ടാക്കുവാൻ വേണ്ടുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളും മറ്റ് പഠനേതര പ്രവർത്തനങ്ങളും നമ്മൾ സ്കൂളുകളിൽ ഓർഗനൈസ് ചെയ്യണം. അങ്ങനെ സ്കൂളുകളിൽ മറ്റ് പഠനേതര പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുമ്പോൾ, ഇന്നിപ്പോൾ ഏത് സ്കൂളിൽ പോയാലും നിങ്ങൾ കാണാം, അവിടെ പഠന പ്രവർത്തനത്തോടു കൂടി ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നതിനോട് കൂടി കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പല പരിപാടികൾ സ്കൂളുകൾ സംഘടിപ്പിക്കുന്നു. സാഹിത്യ മേഖലയിലായിരിക്കാം, അതുപോലെ തന്നെ ലിറ്റററി മേഖലയിലായിരിക്കാം, അങ്ങനെയുള്ള പല മേഖലയിൽ, സ്പോർട്സ് മേഖലയിലായിരിക്കാം, സർവീസ് മേഖലയിലായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാംസ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളുടെ സൈഡിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രക്ഷിതാക്കളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകണം. പലപ്പോഴും സംഭവിക്കുന്നത്, ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ പ്രോജക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ഒരു അന്ധവിദ്യാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് നമ്മൾ കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ അതിന് വിമുഖത കാണിക്കുന്നു.
അവർ പലപ്പോഴും പറയുന്നത് കുട്ടികളുടെ പഠന ദിവസങ്ങൾ പോകും, പിന്നെ എന്തിനാണ് കുട്ടികളെ അതിന് കൊണ്ടുപോകുന്നത്? പക്ഷെ ആ കൊണ്ടുപോകുന്നതിന് മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കണം വീടുകളിൽ നിന്ന് കൊടുക്കേണ്ടത്. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. അത് ഉണ്ടാകാതിരിക്കുമ്പോൾ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം സ്കൂളുകളിൽ പരാജയപ്പെടും. അധ്യാപകന്മാർ നിരുത്സാഹപ്പെടും. എന്നാൽ അവർ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഏർപ്പെടുത്താനോ ശ്രമിക്കുകയില്ല. കാരണം നമ്മൾ രക്ഷിതാക്കളാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ അധ്യാപകന്മാർ അങ്ങനെയുള്ളതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യും, വിദ്യാർത്ഥികളോട് അതിന് പങ്കെടുക്കാൻ പറയുകയും ചെയ്യുക. അതിന് പൊതുവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഇതിനെ കൊണ്ട് എന്താണ് ഗുണം? ഇപ്പൊ കുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വോളിബോൾ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസിന് പോകുന്നു. അതെങ്ങനെയാണ് കുട്ടികളെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ള ഒരു ചോദ്യമായിരിക്കും രക്ഷിതാക്കന്മാർക്കും മറ്റുള്ളവർക്കും ഉണ്ടാവുക. കുട്ടികൾ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള കളികളിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘഗാനം പാടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഘനൃത്തം ചെയ്യുമ്പോൾ കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു, അവരെ മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയങ്ങളിൽ അവർ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉരുണ്ടുകൂടാം. ഈ പ്രശ്നങ്ങൾ പലതും കുട്ടികൾ സ്വയം പരിഹരിക്കുന്നു. അങ്ങനെ അവരൊരു പ്രോബ്ലം സോൾവേഴ്സ് ആയിട്ട് മാറുന്നു. ഈ പ്രോബ്ലം സോൾവേഴ്സും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കേഴ്സും ഒക്കെ ആവണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഒരുപാട് ഉണ്ടാകണം. അല്ലാതെ വെറുതെ ക്ലാസ്സിൽ പോയി പണ്ടത്തെ പോലെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ച് അത് വായിച്ച് പഠിച്ച് എക്സാമിൽ എഴുതി നല്ല 100-ൽ 100 മാർക്കും മേടിച്ച് പുറത്തു വന്നാൽ കുട്ടികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇന്നത്തെ കാലത്ത് അവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു ജോബ് സീക്കർ ആയാലും അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആയാലും ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, പ്രോബ്ലം സോൾവിംഗ്, ക്രിയേറ്റിവിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് സ്കൂളുകളിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രോജക്റ്റുകളും ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ രക്ഷിതാക്കൾ ഒരിക്കലും അങ്ങനെയുള്ള പ്രോജക്റ്റുകളും മറ്റും കൊണ്ട് പഠന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. അതിന് സപ്പോർട്ട് ചെയ്യാണ്ട്, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നതിനേക്കാളും കുട്ടിക്ക് നല്ലത്, അല്ലെങ്കിൽ കുട്ടി കൂടുതൽ നൈപുണ്യങ്ങൾ നേടുന്നത് ഫുട്ബോൾ കളിയിലൂടെയോ അല്ലെങ്കിൽ വോളിബോൾ കളിയിലൂടെയോ അല്ലെങ്കിൽ ഒരു സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്നതിലൂടെയോ സംഘസംഗീതത്തിൽ പങ്കെടുക്കുന്നതിലൂടെയോ ഒക്കെ ആയിരിക്കാം. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ രക്ഷിതാക്കൾക്ക് വളരെയധികം ഉണ്ടാകണം. അതുപോലെ തന്നെ അധ്യാപകരും അങ്ങനെയുള്ള പുതിയ പുതിയ ആക്ടിവിറ്റികൾ സ്കൂളുകളിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ വിമുഖതയില്ലാതെ പങ്കെടുക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള ഞാൻ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റികളെ കുറിച്ച് കൂടുതൽ പറയാൻ കാരണം, സംഘപ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ പറയാൻ കാരണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് മറ്റൊരു പ്രധാനപ്പെട്ട, എങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംവദിക്കുന്നു, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായും സംവദിക്കുന്നു. നമ്മൾ സംഘപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് മറ്റുള്ളവരുമായിട്ട് സംവദിക്കേണ്ടി വരും. അങ്ങനെ എങ്ങനെ സംവദിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും എങ്ങനെ സംവദിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം എനിക്ക് കിട്ടുന്നത് എന്നും കുട്ടി എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പഠിക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പഠിക്കുമ്പോഴാണ് കുട്ടിക്ക് അത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്നത്, പുതിയ ദേശീയ വിദ്യാഭ്യാസം എംഫസൈസ് ചെയ്യുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണെന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്വന്തമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ പഠിച്ചെടുക്കുന്നത്, സ്വന്തം അനുഭവങ്ങളിലൂടെ പഠിച്ചെടുക്കുന്നത്. അത് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലും പ്രോബ്ലം സോൾവിങ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ക്രിയേറ്റിവിറ്റിയും ഒക്കെ സ്വന്തമായ അനുഭവത്തിലൂടെ കുട്ടികൾ പഠിച്ചെടുക്കണമെങ്കിൽ അതിനുള്ള അവസരങ്ങൾ സ്കൂളിൽ ഉണ്ടാകണം. അതിനുള്ള അവസരങ്ങളാണ് സംഘപ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൂടെ കുട്ടികളിലേക്ക് എത്തുക. അതുകൊണ്ടാണ്
ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചും അതുപോലെ തന്നെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അപ്രോച്ചും നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത്. ഇനി മൾട്ടി ഡിസിപ്ലിനറി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പല സബ്ജക്റ്റുകളെയും പലതരത്തിലുള്ള നൈപുണ്യങ്ങളെയും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക. അതാണ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ഇന്ന് ജോലി സ്ഥലങ്ങളിലും വളരെയധികം വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളൊരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന് പല രീതിയിലുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അവരൊരു അധ്യാപകനുമായിട്ട് തുടരാൻ പറ്റുള്ളൂ. മുമ്പ് കാലത്ത് ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഷാധ്യാപകനാണെങ്കിൽ സാഹിത്യത്തിലുള്ള അറിവും ഭാഷയിലുള്ള നൈപുണ്യവും ഉണ്ടെങ്കിൽ ആ അധ്യാപകനെ പഠിപ്പിക്കാം, നല്ല അധ്യാപകനായിട്ട് പേരെടുക്കാനും പറ്റും. ഇന്നത് പറ്റില്ല. ഇന്നൊരു നല്ല ലാംഗ്വേജ് അധ്യാപകനാണെങ്കിൽ, ഒരു ഭാഷാധ്യാപകനാണെങ്കിൽ ഭാഷയിലുള്ള നൈപുണ്യവും സാഹിത്യത്തിലുള്ള നൈപുണ്യവും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിവര സാങ്കേതിക വിദ്യ എങ്ങനെ ടീച്ചിങ്ങുമായി ബന്ധപ്പെടുത്താം, ഉപയോഗിക്കാം എന്നതിലുള്ള കഴിവും വേണം. അതുപോലെ തന്നെ ആ അധ്യാപകൻ നല്ലൊരു സംഘാടകൻ കൂടി ആയിരിക്കണം. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ആ അധ്യാപകന് ഉണ്ടാകണം. അതേപോലെ തന്നെയാണ് വേറെ ഏത് ഫീൽഡിലായാലും മൾട്ടി ടാസ്കിങ് സ്കിൽ ഉള്ളവർക്ക് മാത്രമേ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ ഒന്ന് മാത്രമേ ചെയ്യുകയുള്ളൂ, ഞാനൊരു അക്കൗണ്ടന്റ് ആണ്, സ്കൂളിലെ അക്കൗണ്ടന്റ് മാത്രമേ അല്ലെങ്കിൽ ഒരു ഓഫീസിലെ അക്കൗണ്ടിങ് മാത്രമേ നോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നൊരു അക്കൗണ്ടന്റ് ആണെങ്കിലും ആ അക്കൗണ്ടന്റിന് പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് ഇന്ന് സംവദിക്കേണ്ടി വരും പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ. എന്നുവെച്ചാൽ ഇന്ന് ക്ലൗഡ് ഡാറ്റ അനാലിസിസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ അക്കൗണ്ടിങ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആണ്. അപ്പൊ പലരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയിനുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അങ്ങനെ പല മേഖലകളിലുള്ളവരുമായിട്ട് സംവദിച്ചുകൊണ്ട് മാത്രമേ ഒരു അക്കൗണ്ടന്റിന് ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്കില്ല് കുട്ടികളിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ഫോർ ജോബ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് സങ്കുചിതമായി പോകും. നമ്മുടെ അറിവും സങ്കുചിതമായി പോകും. നമ്മൾക്ക് കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവുന്നു, ഒരു സിലബസ് ഉണ്ടാവുന്നു, അത് മാത്രം പഠിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ മോട്ടിവേഷനിലും മാറ്റങ്ങൾ ഉണ്ടാകും. എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഓക്കെ, എനിക്ക് മാർക്ക് കിട്ടിയാൽ അവിടെ എനിക്ക് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. എനിക്ക് മാർക്ക് കിട്ടിയാൽ ഞാൻ നല്ല കുട്ടിയായി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പേഴ്സണൽ ഇത് മാത്രമാണ്. ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയോ അഭിവൃദ്ധി എന്ന ലക്ഷ്യം എന്ന മോട്ടിവേഷൻ കുട്ടിയിൽ ഉണ്ടാകുന്നില്ല. അത് പഴയ തൊഴിലിടങ്ങളിലും അത് തന്നെയായിരുന്നു. എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ, എനിക്ക് എങ്ങനെ പെർഫോം ചെയ്യാം എന്ന രീതിയിലായിരുന്നു നമ്മുടെ തൊഴിലിടങ്ങളിലെയും പ്രവർത്തന രീതി. പക്ഷെ ആ രീതിക്കും വളരെയധികം മാറ്റം വന്നു. ആ മാറ്റവും ഉൾക്കൊള്ളാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ വിദ്യാഭ്യാസത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ മാത്രമല്ല, എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൂടി, രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ കുട്ടികൾക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണം. നമ്മുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസ പ്രകാരം പലപ്പോഴും എക്സ്റ്റേണൽ മോട്ടിവേഷൻ മാത്രമാണ് കുട്ടികൾ ലക്ഷ്യമിടുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുക, അപ്പോൾ സമൂഹം എന്നെ വലിയ ആളായി കണക്കാക്കും, എനിക്ക് കൂടുതൽ മാർക്ക് മേടിക്കുക, സമൂഹം എന്നെ വളരെ വലിയ ആളായി കണക്കാക്കും എന്നുള്ള ഒരു പേഴ്സണൽ അജണ്ട മാത്രമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ശമ്പളം കിട്ടണം, എനിക്കൊരു പ്രൊമോഷൻ കിട്ടണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഇപ്പോ ഒരു വർക്ക് പ്ലേസിലെയും കൾച്ചർ ആ കാലഘട്ടത്തിൽ. പക്ഷെ ഒരുപാട് മാറ്റം വന്നു. ഇന്നിപ്പോ ലൈഫിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മാറ്റം വരുന്നത് വ്യക്തിപരമായ പൂർത്തീകരണം, സെൽഫ് ആക്ച്വലൈസേഷൻ. എനിക്കെങ്ങനെ സമ്പൂർണത നേടാം എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക്, എക്സ്റ്റേണൽ മോട്ടിവേഷൻ അല്ലാതെ ഇൻട്രിൻസിക് ആയിട്ടുള്ള, മറ്റുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും എനിക്കെങ്ങനെ സ്വയം പ്രോത്സാഹനം കണ്ടെത്തി എനിക്കെങ്ങനെ മുന്നോട്ട് വരാം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ അല്ല, ഞാൻ സ്വയം നന്നാവുക. മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ കണ്ടിരുന്നത് അവൻ
90 മാർക്ക് മേടിക്കുന്നു, പിന്നെ നിനക്ക് എന്തുകൊണ്ട് വാങ്ങിച്ചുകൂടാ 90 മാർക്ക്? ആ ഒരു രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആണ് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് റാങ്കിങ്ങും അങ്ങനെ പലതും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ റാങ്കിങ് ഒക്കെ ഡിസപ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് വന്ന ഗ്രേഡിംഗ് സിസ്റ്റം, അങ്ങനെ പല സിസ്റ്റങ്ങളും, ക്രെഡിറ്റ് സിസ്റ്റം, അങ്ങനെ പലതും യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ആ പേഴ്സണൽ ആയിട്ടുള്ള അതിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വരുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് സ്വയം എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ ഏത് രീതിയിലാണോ സംസാരിക്കുന്നത്, ഇന്ന് ഞാൻ ഏത് രീതിയിലാണോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, ഇന്ന് ഞാൻ ഏത് രീതിയിലാണോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, അതെങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. അത് മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടല്ല, ഞാൻ സ്വയം എങ്ങനെ നന്നാകുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വയം എങ്ങനെ നന്നാകണം, അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിയായിട്ട് മാറണം. അത് ഇൻട്രൻസിക് ആയിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഇതാണ്. എൻ്റെ വികാര വിചാരങ്ങൾ ഞാൻ എങ്ങനെ നന്നാക്കണം. പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ എനിക്ക് എങ്ങനെ എൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ, അല്ലെ അങ്ങനെയുള്ള എനിക്കെങ്ങനെ സ്വയം നന്നാവാം, എനിക്കെങ്ങനെ സ്വയം എന്നെ തന്നെ കൺട്രോൾ ചെയ്യാം, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പോ ആ കണ്ണൂരിലെ ഡെപ്യൂട്ടി കളക്ടർക്ക് സംഭവിക്കില്ലായിരുന്നു. മറ്റുള്ളവർ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ആ പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, അത് അവരുടെ ധാരണയാണ് എന്ന രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഞാൻ നല്ലൊരു വ്യക്തിയാണ്, അവർ പറയുന്നതിന് ഞാൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് ഞാൻ ഇൻട്രോസ്പെക്ട് ചെയ്ത് ഞാൻ നന്നായാൽ മതി എന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റും. അത് കൊണ്ടുവരാനാണ് ഇന്നത്തെ വിദ്യാഭ്യാസം കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വർക്ക് പ്ലേസിലായാലും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയാലും പലതരത്തിലുള്ള ചലഞ്ചുകൾ വരും. അങ്ങനെയുള്ള ചലഞ്ചുകൾ വരുമ്പോൾ അവിടെ ക്രിറ്റിസിസം ഉണ്ടാകും. എല്ലാവരും നമ്മുടെ ചെവിയിലേക്ക് സംഗീതം ഓതുന്നവരായിരിക്കില്ല. അന്നേരം സംഗീതം ഓതാത്ത ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന് വേണമെങ്കിൽ, അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾക്ക് തന്നെ സാധിക്കണം. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾക്കൊരു റിമോട്ട് ഉണ്ടാവാൻ പാടില്ല. ആ റിമോട്ട് നമ്മുടെ മനസ്സിൽ തന്നെ ആയിരിക്കണം. അത് നമ്മുടെ റിമോട്ട് ഒരിക്കലും വേറൊരാൾക്ക് കൊടുക്കുക. വേറെ ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ നമ്മളെ കുറിച്ച്, അതെന്നെ ബാധിക്കില്ല. പക്ഷെ ആ പറയുന്നത് ഞാൻ ലിസൺ ചെയ്ത് അതിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ മാറ്റം ഞാൻ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ഉൾക്കൊള്ളാൻ എങ്ങനെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകത. അതാണ് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ, ജീവിതകാലത്ത് എങ്ങനെ സന്തോഷമായി ജീവിക്കാം, നമുക്ക് അങ്ങനെ നമ്മുടെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. നമ്മൾ ഈ എല്ലാം പറയുന്നത്, നമ്മളിപ്പം ജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് ജോലി വേണം, നമ്മൾക്കൊരു സ്ഥാപനം തുടങ്ങണം, എല്ലാം പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക, വിഷമമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹത്തിലും വിഷമമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിഷമമില്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ കൺട്രോളാണ് വേണ്ടത്. നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, എന്നാണോ നമ്മൾ നമ്മുടെ മനസ്സിന്റെ റിമോട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അന്ന് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. അന്നേരം ആ മനസ്സിന്റെ കടിഞ്ഞാൻ അല്ലെങ്കിൽ റിമോട്ട് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ മൂല്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടു, പല കമ്പനികളിൽ നിന്നും ഫ്രഷ് ഹാൻഡ്സ് അവർ ജോയിൻ ചെയ്യുന്ന അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ടു, അടുത്ത കാലത്ത് ഒരു കുട്ടി മരിച്ചു, കേരളത്തിലെ ഒരു കുട്ടി മരിച്ചു. പൂനെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വർക്ക് പ്രഷർ ചെയ്തത്. ആ കുട്ടി 4 വർഷം വർക്ക് ചെയ്തത്. ഞാൻ ആ കുട്ടിയെ ബ്ലെയിം ചെയ്യല്ല, ഞാൻ പറയുകയാണ്. ഹലോ, എന്തുകൊണ്ട് ആ കുട്ടിക്ക് സ്വയം കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വയം ഒരു തീരുമാനം ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച് സ്വയം ഒരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു വലിയ ചോദ്യവുമുണ്ട്. ആ ചോദ്യം ഉണ്ടാകുന്നത് ആ കുട്ടിയെ ചിലപ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടി നേടിയ വിദ്യാഭ്യാസത്തിൽ ആ കുട്ടിക്ക് സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ചിലപ്പോൾ കുറവായിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത് റിക്കവർ ചെയ്ത് പുറത്തു വരാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം പല ജോലി സ്ഥലത്തും ഉണ്ടാകും. അത് നമ്മളെല്ലാം, ഇപ്പൊ നമ്മളിവിടെ ജോലി ചെയ്യുന്ന പലരും ഉണ്ടാവും ഇവിടെ. ഈ ഓരോരോ ജോലി ചെയ്യുന്നവർക്കും ഓരോരോ വർക്കിംഗ് എൻവയോൺമെന്റിലും ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലകളായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ പലപ്പോഴും പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. എന്നാൽ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് ഒത്തുപോകാൻ സാധിക്കണം. അതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ നമ്മൾ എന്താ പറയുക, ഈ ജോലിക്ക് പകരമുള്ള അല്ലെങ്കിൽ എന്താ പറയുക,
ലൈഫിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കാം. ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ ജീവിതത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുക. അതുപോലെ തന്നെ 21st സെഞ്ചുറി സ്കിൽസ് എന്ന് പറയുന്നത് 4 C's, നമ്മൾ പറയും 4 C's, ആ 4 C'സിൽ പ്രാപ്തരാക്കുക. അതിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾക്ക് എങ്ങനെ സ്വന്തം മനസ്സിനെയും ബുദ്ധിയെയും ചിന്തകളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുക, അതിന് എങ്ങനെ ആ നൈപുണ്യം എങ്ങനെ കുട്ടികളിൽ ഉണ്ടാക്കുക എന്നതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും സ്കൂളുകളിൽ നടക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക്, പാഠ്യപ്രവർത്തനങ്ങളുടെ കൂടെ ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. പാഠ്യപ്രവർത്തനങ്ങളെക്കാളും ദേശീയ വിദ്യാഭ്യാസ നയം പ്രാധാന്യം കൊടുക്കുന്നത് പാഠ്യേതര പ്രവർത്തനങ്ങൾക്കാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 90% സ്കൂൾ സമയവും നമ്മൾ പാഠ്യപ്രവർത്തനങ്ങൾക്കാണ് കൊടുക്കുന്നത്. മാസത്തിൽ 1 മണിക്കൂർ ചിലപ്പോൾ ഒരു സാഹിത്യ സമാജം ഉണ്ടാകും. അതാണ് ഒരു പാഠ്യേതര പ്രവർത്തനമായിട്ട് ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് അത് മാറി ദിവസം 5 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 5 മണിക്കൂറിൽ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് കോർ സബ്ജക്റ്റും കോസ്കോളാസ്റ്റിക് സബ്ജക്റ്റും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്. നമുക്ക് മുമ്പൊക്കെ ആണെങ്കിൽ കോർ സബ്ജക്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജസ്, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ്. ഇതാണല്ലോ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പൊതുവെ വരുന്നത്. ഈ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുകയും ബാക്കിയുള്ളതിനെയൊക്കെ കോസ്കോളാസ്റ്റിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിരുന്നു. എന്നാൽ പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം കോസ്കോളാസ്റ്റിക് ആക്ടിവിറ്റീസ് ഇല്ല, എല്ലാം സ്കോളാസ്റ്റിക് ആക്ടിവിറ്റിയാണ്. കുട്ടി ഭാഷ പഠിക്കുന്നതും സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നതും ജീവശാസ്ത്രം പഠിക്കുന്നതും ഗണിതം പഠിക്കുന്നതും ഡാൻസ് പഠിക്കുന്നതും ഫുട്ബോൾ പഠിക്കുന്നതും സംഗീതം പഠിക്കുന്നതും കാർപ്പൻട്രി പഠിക്കുന്നതും മൊബൈൽ റിപ്പയർ ചെയ്യാൻ പഠിക്കുന്നതും എല്ലാം സ്കോളാസ്റ്റിക് ആക്ടിവിറ്റി തന്നെയാണ്. എല്ലാറ്റിനും ഈക്വൽ ആയിട്ടുള്ള മൂല്യമാണ് ഉള്ളത് എന്ന് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ ഈവൻ ബാഗ്ലെസ് ഡേ പോലും ഈ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കി അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നമ്മുടെ സമൂഹവും സ്കൂളുകളെയും കോളേജുകളെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവണം. അതിനെ എതിർത്തുകൊണ്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ വളരെ അത്യാവശ്യമാണ് എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു മൊണോട്ടണസ് ആയി പോകും, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അത് ഡീൽ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. നമുക്ക് ഏകദേശം ഒരു 10-40 മിനിറ്റോളം ആയിട്ടുണ്ട്. എനിക്ക് 2-3 ചോദ്യങ്ങളുണ്ട്. റൈറ്റ് ടൈം ആണോ ചോദിക്കാന്നറിയില്ല. എന്റെ പേര് അതായിരിക്കും നല്ലത്. നമുക്ക് ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞുകൊണ്ട് പോകാം. അതായിരിക്കും നല്ലത്. ഒന്നാമത്തത്, ഇപ്പോ ഈ NEP-യുടെ ഭാഗമായിട്ട് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു റീസ്ട്രക്ചറിങ് സംഭവിക്കാൻ പോവുകയാണെന്നാണല്ലോ പറയുന്നത്. അതായത് 4 year ഡിഗ്രി, ഇൻ കേസ് ഡ്രോപ്പ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ 3 year ഡിപ്ലോമ, ദെൻ he can join to other courses or something else. So ആ ഒരു ചേഞ്ചസ് എങ്ങനെയാണ് സിസ്റ്റത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, നമ്പർ 1. സെക്കൻഡ്, രണ്ടാമത്തെ വീണ്ടും ഹയർ എഡ്യൂക്കേഷനിലാണ്. അതായത് ഈ പുതിയ NEP-യുടെ ഭാഗമായിട്ട് എന്തെങ്കിലും, അതായത് ഇപ്പോൾ എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ വളരെ കുറവായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും പോളിസീസ് അല്ലെങ്കിൽ ഇതിന് ഫോളോ അപ്പ് ആയിട്ട് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ടോ കോളേജുകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിന് ടു
എന്താ ഈ ഒരു എംപ്ലോയബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യാനും ഐ മീൻ ഈ നോർമൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയുമായിട്ട് സ്റ്റുഡൻസിനെ കണക്ട് ചെയ്യാനും അത്തരത്തിലുള്ള എന്തെങ്കിലും പോളിസി പ്ലാൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഫോളോ അപ്പ് ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്പർ 2. ഇത് രണ്ടും ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത്. മൂന്നാമത്തത് അറിയില്ല, ഞാൻ ഒരു 4 ചോദ്യങ്ങളുടെ സംശയങ്ങളുണ്ട്. അതായത് അത് നമുക്കിന്ന് ഓരോ ചോദ്യത്തിന് ആൻസർ പറഞ്ഞുകൊണ്ട് പോയിക്കൂടെ, അല്ലെങ്കിൽ ഞാനിത് ഓർത്തിരിക്കണ്ടേ ഓരോ ചോദ്യം ഏതാണെന്ന്? ശരി ഓരോ ചോദ്യത്തിന് ശരി ആൻസർ പറഞ്ഞുകൊണ്ട് പോകാനോ നല്ലത് മാധവ? ആയിക്കോട്ടെ ശരി. എങ്കിൽ ഫസ്റ്റ് വൺ ഈസ് റീസ്ട്രക്ചറിങ് ഇൻ ദ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. റീസ്ട്രക്ചറിംഗിൽ നമ്മളിപ്പം ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ മാത്രമല്ല, ഈവൻ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ നമ്മൾ റീസ്ട്രക്ചറിങ് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഇപ്പം മൂന്നാമത്തെ വയസ്സ് മുതൽ കുട്ടികൾ സ്കൂളിൽ പോകണം. നഴ്സറി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ബാലവാടിക എന്നാണ് ഇപ്പൊ ഇതിൽ പറയുന്നത്. അത് 3 years മുതൽ 8 years വരെ വരുന്നത്. എന്ന് പറഞ്ഞാൽ നഴ്സറി LKG UKG, അതിന് പല രീതികളിലായിരിക്കും നമ്മൾ പേരിടുന്നത്. എന്തായാലും ഞാൻ ഒരു രീതിയിൽ പറഞ്ഞത് നഴ്സറി LKG UKG, പിന്നെ അത് കഴിഞ്ഞിട്ട് grade 1 grade 2, അതാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്റ്റേജ്. അതാണ് ഒരു റീസ്ട്രക്ചറിംഗിൽ നമ്മൾ നടത്തിയത്. മുമ്പ് നമ്മൾക്ക് LKG UKG grade 1 and 2, അതുപോലെ തന്നെ grade 1 and 2 മാത്രമേ ഫോർമലിൽ പെട്ടിരുന്നുള്ളൂ. ഈ LKG UKG നഴ്സറി ഫോർമൽ എഡ്യൂക്കേഷനിൽ പെട്ടിട്ടില്ല. ഇപ്പോ LKG UKG മുതൽ തന്നെ ഫോർമൽ എഡ്യൂക്കേഷനിൽ പെടുന്നു. ഈ LKG അല്ല, ബാലവാടിക മുതൽ നഴ്സറി മുതൽ തന്നെ ഫോർമൽ എഡ്യൂക്കേഷനിൽ പെടുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, 6 വയസ്സായി കഴിഞ്ഞാലേ grade 1 എത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു പോളിസി, അതാണ് അവിടെ ആ റീസ്ട്രക്ചറിംഗിൽ അവിടെ നടന്നിട്ടുള്ളത്. അത് നമ്മുടെ കൂടുതലായും പ്ലേ വേ മെത്തേഡിനെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്ത് പ്ലേ വേ മെത്തേഡ് ഓഫ് ലേണിംഗ് ആണ്. ഇനി ആ സ്ട്രക്ചറിനെ കുറിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ അത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആണ്. നമ്മൾ ഈ ഉപരിപ്ലവമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്താ പറയുക ഓർഡിനറി ആയിട്ടുള്ള ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മളതൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇപ്പൊ ഇതിൽ പോലും വളരെയധികം കോൺട്രവേഴ്സീസ് ഉണ്ട്. പല രാജ്യങ്ങളും പറയുന്നത്, ഇപ്പോൾ നമ്മൾ പിസ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയുള്ള പലരും പിസ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ ആ സ്ട്രക്ചറൽ ചേഞ്ചിലുള്ള മാറ്റങ്ങൾ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാവും, പല രീതിയിലുള്ള റിസർച്ച് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. പല രാജ്യങ്ങളിൽ ഇപ്പം സ്വീഡൻ അതുപോലെ തന്നെ ഫിൻലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിപ്പം തള്ളിക്കളഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ നടപ്പാക്കാൻ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏർലി എഡ്യൂക്കേഷൻ കുട്ടികളുടെ ഇന്റലക്ച്വലിസത്തിനെ സ്പോയിൽ ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ എക്സ്പീരിയൻസ് ആണെന്ന് അവർ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പൊ ഫോർമൽ എഡ്യൂക്കേഷൻ 7ാമത്തെ വയസ്സിനെ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ 7ാമത്തെ വയസ്സിന്ന് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നു, ആ രാജ്യങ്ങളൊക്കെ പിസ ടെസ്റ്റിൽ ഹയർ പെർഫോമൻസ് നേടുന്നു. അതേസമയത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ചെറിയ വയസ്സിന് ഫോർമൽ വിദ്യാഭ്യാസം അവിടെ പിസ ടെസ്റ്റിന് അവരുടെ റാങ്കിങ് കുറയുന്നു. അതിനുള്ള കാര്യം ഒരു റിസർച്ചിലായിട്ടുള്ള അവർ പറയുന്നതെന്ന് വെച്ചാൽ, ചെറിയ വയസ്സിലെ നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷനിലെ കുട്ടികളെ തള്ളിവിടുമ്പോൾ അവർ 7ാമത്തെ 8ാമത്തെ വയസ്സാകുമ്പോഴേക്കും അവർ എഡ്യൂക്കേഷൻ മടുത്തു പോകുന്നു. റിയൽ എഡ്യൂക്കേഷൻ ഹാപ്പണിങ് ആവുന്നില്ല. അതുപോലെ തന്നെ നാച്ചുറൽ എഡ്യൂക്കേഷൻ സംഭവിക്കുന്നില്ല. അവരൊരു സ്റ്റാൻഡർഡൈസ് എഡ്യൂക്കേഷനിലേക്ക് നേരത്തെ വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഏജ് ഗ്രൂപ്പുകളിലുള്ള കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അവരൊരു നാച്ചുറൽ ആയിട്ടുള്ള ലേണിംഗ് വേണം. ഇപ്പൊ നമ്മുടെ മാതൃഭാഷ അവർ പഠിക്കുന്നു. ഇപ്പൊ അമ്മയുടെ വായെന്നാണ് അവർ മാതൃഭാഷ പഠിക്കുന്നത്. അതിനൊരു സ്കൂളിങ്ങും ഇല്ല. അവർ സംസാരിക്കാൻ പഠിക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള സ്കില്ലും ലിംഗ്വിസ്റ്റിക്കൽ ആയിട്ടുള്ള സ്കില്ലും കുട്ടികൾക്ക് സ്വയം പഠിക്കാൻ പറ്റും. അത് ക്യൂരിയോസിറ്റിയിലൂടെ കുട്ടികൾ പഠിക്കും. അന്നേരം അതിനെ പ്രിവെന്റ് ചെയ്യുന്നതായിരിക്കും ഏർലി എഡ്യൂക്കേഷൻ നേരത്തെ തുടങ്ങിയാൽ, ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങിയാൽ എന്നൊരു ഭാഗം ബാധിക്കുന്നു. സ്റ്റിൽ നമ്മുടെ ഗവൺമെന്റ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണത്. അതുപോലെ തന്നെ പിന്നീട് വരുന്നതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് 3 to 5. പ്രിപ്പറേറ്ററി നമ്മൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് പ്രിപ്പറേറ്ററി അവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. നമ്മൾ ആദ്യത്തെ ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഇവിടെ ഭാഷകൾക്കും അതുപോലെ തന്നെ ഭാഷകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള കോംപ്രിഹെൻഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഗവൺമെന്റ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള നോളജും അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ സ്കില്ലും. പിന്നെ വരുന്നതാണ് 6 to 8 വരുന്ന മിഡിൽ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 6 to 8. 6 to 8 കുറച്ച് അനാലിസിസ്, നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്യാനുള്ള കഴിവുകൂടെ കുറച്ച് ഉണ്ടാക്കും. കൂടുതൽ ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, ഒരു ഡാറ്റ കിട്ടിയാൽ അത് പഠിക്കാനും, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അനാലിസിസിലേക്ക്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഹൈസ്കൂൾ സ്റ്റേജ്. അവിടെയാണ് നമുക്ക് വേറൊരു റീസ്ട്രക്ചറിങ്. മിഡിൽ സ്റ്റേജിൽ റീസ്ട്രക്ചറിങ് നടന്നിട്ടില്ല. മുമ്പത്തെ സിസ്റ്റത്തിൽ മിഡിൽ സ്റ്റേജ് തന്നെയായിരുന്നു, 6 to 8 തന്നെയായിരുന്നു. ഈ മാറ്റങ്ങൾ വന്നത് ഒന്ന് പ്രൈമറി സ്റ്റേജിലാണ്. ഫൗണ്ടേഷൻ സ്റ്റേജും പ്രിപ്പറേറ്ററി സ്റ്റേജുമായിട്ട് പ്രൈമറി സ്റ്റേജ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ നഴ്സറി LKG UKG കൂടെ ഫോർമൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് അവിടെ നടന്ന മാറ്റം.
അതേ സമയത്ത് 6 to 8 മാറ്റങ്ങൾ വന്നില്ല, മിഡിൽ സ്റ്റേജ് അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് നമ്മൾ പഴയ NCERT പഴയ സൈറ്റുകളൊക്കെ പോയി നോക്കിയാൽ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല ഇപ്പോൾ. അത് പിന്നെ വരുന്നതാണ് ഹൈസ്കൂൾ സ്റ്റേജ്. ഇവിടെയും മാറ്റം വന്നു. നമ്മൾ പണ്ട് ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ 9th ഉം 10th ആയിരുന്നു. ഇപ്പോൾ 9th ഉം 10th ക്ലാസ് ആയിരുന്നു. ഇപ്പം 11th ഉം 12th കൂടി ഹൈസ്കൂൾ വന്നു. ഇപ്പൊ സീനിയർ സെക്കൻഡറി കോൺസെപ്റ്റ് ഇല്ലാതായി. 9th to 12th അവിടെ ക്രിയേറ്റീവ് ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വൊക്കേഷണൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ക്രിയേറ്റീവ് സ്കില്ലിലേക്ക് ഗവൺമെന്റുകളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്, കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹൈസ്കൂൾ സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നതാണ് നമ്മൾ പറയുന്ന ഈ ഡിഗ്രി UG കോഴ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പൊ മാധവൻ ചോദിച്ച ചോദ്യത്തിന്റെ UGയിൽ ഇപ്പം ഈവൻ ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ +2 ലെവലിൽ തന്നെ CBSE NCERT ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ +2 ലെവലിലും ഹൈസ്കൂൾ ലെവലിലും ഒക്കെ എത്ര മണിക്കൂർ ഒരു കുട്ടി ഒരു സബ്ജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ വെച്ചിട്ടാണ് ഈ ക്രെഡിറ്റ് ലെവല് ഈ ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഈ കോളേജ് ലെവലിലെ നമ്മളെ ക്രെഡിറ്റ് സിസ്റ്റം, കോളേജ് ലെവലിലെ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ UG കോഴ്സിന്റെ ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒന്ന് മാധവൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മൾ +2 കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നമ്മൾ കുട്ടിക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഇട്ടിട്ട് പോകാം. ഒരു UG സർട്ടിഫിക്കറ്റ് കിട്ടും. അത് 40 ക്രെഡിറ്റ്സ് ആണ് പറയുന്നത്. 40 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ 40 hours ആയിട്ട് നമുക്ക് കണക്കാം. ഒരു 40 ക്രെഡിറ്റ്സ് ആണ് അവർ പറയുന്നത്. അത് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കൂടി അവർ പഠിക്കുവാണെങ്കിൽ, തുടർന്ന് പഠിക്കുവാണെങ്കിൽ, ആ തുടർന്ന് പഠിക്കുമ്പോൾ അവർക്ക് 80 ആവും. അപ്പോൾ അവർക്ക് ഡിപ്ലോമ കിട്ടും. അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. അവർ 3 വർഷം പഠിക്കുകയാണെങ്കിൽ അവർക്ക് 120ലേക്ക് വരും. അപ്പോൾ 3 years. അങ്ങനെ 3 years കഴിയുമ്പോൾ അവർക്ക് ഡിഗ്രി കിട്ടും, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കിട്ടും. അതേസമയത്ത് അവർ 4th ഇയർ കൂടെ കഴിയുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓണേഴ്സ് കിട്ടും. എന്ന് പറഞ്ഞാൽ BA ഓണേഴ്സ് ആവും, അല്ലെങ്കിൽ BSc ഓണേഴ്സ് ആവും. അതാണ് അങ്ങനെ ടോട്ടൽ 160 ക്രെഡിറ്റ്സ് ആണ് അവർ പറയുന്നത് ഈ 4 year കോഴ്സിന്. 40, 80, 120, 160 അതാണ് ആ 4 yearsന്റെ ഡിവിഷൻ. അങ്ങനെ ഓരോ ഇതിൽ പോകുമ്പോഴും അവർക്ക് അതിനനുസരിച്ച് പോകാം. പിന്നെ ഇതിലുള്ള പ്രത്യേകത 3 വർഷത്തിനുള്ള അവർക്ക് വീണ്ടും തിരിച്ചു വന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് 2 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോ 2 വർഷം കഴിഞ്ഞ് എന്താ പറയുക, നമുക്ക് 2 വർഷം കഴിഞ്ഞ് നമുക്കൊരു ഡിപ്ലോമ കിട്ടി. ഇപ്പൊ മാധവ് നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോമ കിട്ടി. ആ ഡിപ്ലോമ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1 വർഷം പോയി തൊഴിൽ ചെയ്യാം. 1 or 2 വർഷം തൊഴിൽ ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് 3 വർഷത്തിനുള്ളിൽ വീണ്ടും തിരിച്ചു വന്ന് നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഓണേഴ്സിലേക്ക് തന്നെ എത്താം. 160 ക്രെഡിറ്റിലേക്ക് തന്നെ എത്താം എന്നുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പോകാം. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുമ്പോഴും നമുക്ക് ഈ 160 ക്രെഡിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള രീതിയിൽ. പക്ഷെ ഇതിന്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് വരണമെങ്കിൽ ഇനിയും കാലങ്ങൾ എടുക്കും. ഇത് ഗവൺമെന്റ് പോളിസി ഇപ്പൊ ഇതൊരു റിഫോർമാറ്റീവ് സ്റ്റേജ് ആണെന്ന് പറയാം. ഒരു ഫോർമാറ്റീവ് സ്റ്റേജ്, നമ്മളിപ്പോ ഒരു ഫോർമാറ്റീവ് സ്റ്റേജ് ആണ്. ഇനിയിപ്പോ അത് മൊത്തം ഒരു 2030 ആകുമ്പോഴേക്ക് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് റിഫോർമേഷൻ തന്നെ തീരുള്ളൂ. ഒരു 2040 ആകുമ്പോഴേക്കാണല്ലോ ഇതിന്റെ ലോങ് ടേം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2040 ആകുമ്പോഴേക്ക് ഇത് മൊത്തമായിട്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവോൾവിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പുതിയ എഡ്യൂക്കേഷൻ പോളിസീസ് വരും. എന്നുവെച്ചാൽ അത്രയ്ക്കൊന്നും കാലം ഈ കണ്ണ് ചിമ്പി തുറക്കുമ്പോഴേക്കും മാറ്റങ്ങൾ വരുന്ന ഒരു കാലത്ത് ഒരു 20 years ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു ഫിനിഷിംഗ് ടാർഗറ്റ് വെച്ചുകൊണ്ട് ഒരു പോളിസി ഉണ്ടാക്കുന്നതിൽ തന്നെ വലിയ കാര്യമില്ല എന്നതാണ് നമ്മൾക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഇത്രയും ജസ്റ്റേഷൻ പീരീഡ് വെച്ചിട്ട് ചെയ്താൽ അതിന് മുന്നേ തന്നെ പല മാറ്റങ്ങളും വരും. പക്ഷെ അത് അഡാപ്റ്റബിലിറ്റിയിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാമെന്നായിരിക്കും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചത് എനിക്ക് തോന്നുന്നത് ഈ സ്കിൽ എഡ്യൂക്കേഷൻ അതിനെ കുറിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികളെ എങ്ങനെ പലതരത്തിലുള്ള തൊഴിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ NCERT ആയാലും ഇപ്പൊ സ്കൂൾ ലെവലിൽ നോക്കിയാൽ NCERT ആയാലും CBSE ആയാലും ഒരുപാട് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കിൽസ് കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം +2 ഹൈസ്കൂളിലായാലും കുട്ടികൾക്ക് അത് അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ ഏകദേശം ഒരു 165ഓളം കോഴ്സുകൾ ഇപ്പൊ CBSE ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി ലെവലിൽ. നമ്മൾ പണ്ട് പറയുന്ന ഹയർ സെക്കൻഡറി ലെവൽ 11th and 12th ആ ലെവലില്. പക്ഷെ അതിലൊക്കെ സംഭവിക്കുന്നത് അതൊന്നും ഗ്രൗണ്ട് ലെവലില് ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല. എന്ന് വെച്ചാൽ അതിനൊന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സോ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് നമുക്കൊരു സ്പെഷ്യലൈസേഷൻ ആയിട്ട് +2 എടുക്കാം. പക്ഷെ ഹോട്ടൽ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് മോഡേൺ രീതിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന എത്ര അധ്യാപകർ കോളേജുകളുണ്ട്. അതും ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് കോമേഴ്സ് അധ്യാപകരാണ് ഹോട്ടൽ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരെല്ലാം അതിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. കുറെ ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഒന്നും പല വലിയ സിറ്റികളിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ റൂറൽ ഏരിയാസിലൊന്നും അത് നടപ്പാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൊളാബറേഷൻ കുറെ സ്കൂളുകൾക്കൊക്കെ അതുപോലെ തന്നെ കോളേജുകൾക്കും ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ
ഇൻഡസ്ട്രീസ് നോക്കുന്ന ടോപ്പ് ആയിട്ടുള്ള കോളേജുകൾക്ക് മാത്രമാണ് കൊളാബറേഷൻ നടക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് നല്ല കമ്പനികളുമായിട്ട് ഇപ്പം കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ +2 ലെവലിൽ തന്നെ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഹുണ്ടായി ആയിട്ട് വേണം നമുക്ക് ഒരു കോളേജിന് വേണമെങ്കിൽ കോൺട്രാക്ട് സൈൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇപ്പം മാടായി കോളേജ്, ഇപ്പൊ അവിടെയുള്ള നമ്മുടെ ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു അവിടെ മാടായി കോളേജാണ് ആ സൈഡിലുള്ളത്, അല്ലെങ്കിൽ പൈനൂർ കോളേജ്, അല്ലെങ്കിൽ സർ സയ്യദ് കോളേജ്. അവരിപ്പോ ചിലപ്പോൾ ഒരു ഹുണ്ടായി കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ TCS-ആയിട്ടോ ഒരു ടൈപ്പ് അവരുടെ പിള്ളേർക്ക് അവർ ചിലപ്പോൾ അതിന് തയ്യാറാവില്ല. അവർക്ക് അതിനും നല്ല കോളേജുകൾക്കായിരിക്കും അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഉള്ള കോളേജുകൾക്കായിരിക്കും അവർ പോകുന്നത്. അതായത് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ രാജ്യം ഒരു വലിയ രാജ്യവും പല ലെവലിലുള്ളതായതുകൊണ്ട് ഇതിനൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ എന്താ പറയാ, ഈ ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടുന്നതിനും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് നമ്മൾ വിടുമ്പോൾ നമ്മൾ ആ കോളേജിനുള്ള എന്താണ് റാങ്കിങ്, ഗ്ലോബൽ റാങ്കിങ്ങും അതുപോലെ തന്നെ ഇന്ത്യൻ റാങ്കിങ്ങും എന്താണ്, നിർഫ് റാങ്കിങ് എന്താണെന്ന് നോക്കണം നമ്മൾ പറയാനുള്ള കാരണമാണ്. ഇപ്പൊ നിർഫ് റാങ്കിങ്ങിൽ ടോപ്പിലുള്ള കോളേജുമായിട്ട് ഇൻഡസ്ട്രീസ് കൊലാബറേറ്റ് ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു മാധവൻ ചോദിച്ച ചോദ്യം അതാണ് അല്ലേ, എങ്ങനെ അതിന് ഓപ്പർച്യൂണിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ഇപ്പൊ രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. കാരണം നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ കോളേജിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ നിയർനെസ് അല്ല. നമ്മളെപ്പോഴും നമ്മൾ ഏത് കാലത്ത് നോക്കിക്കൊണ്ടിരുന്നത് നിയർനെസ് ആണ്. അഡ്ജസന്റ് ഹോം, ആ അഡ്ജസന്റ് ഹോം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞ് നമ്മൾ അണ്ടർ ഗ്രാജുവേഷന് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളെ കുട്ടിയുടെ താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്നതാണ് കുട്ടിക്ക് താല്പര്യം, ഇന്ന കോഴ്സിനെ കുട്ടിക്ക് പോകേണ്ടത് നോക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നിർഫ് റാങ്കിങ് ഉള്ള കോളേജുകളാണ്. സപ്പോസ് നമ്മുടെ കുട്ടിക്ക് ഡാറ്റാ സയൻസ് പഠിക്കാൻ പോകണം. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ള ഒരാണ് ഡാറ്റാ സയൻസ് അല്ലെങ്കിൽ AI, ആ രീതിയിലുള്ള ഡാറ്റാ സയൻസ്. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നിർഫ് റാങ്കിങ്ങിൽ ടോപ്പിൽ വരുന്ന കോളേജ്, അത് വീടിനടുത്തുള്ള കോളേജ് ആയിക്കോട്ടെ, നിർഫ് റാങ്കിൽ ടോപ്പിൽ വരുന്ന കോളേജ് ആ കോളേജിൽ വിടണം. ആ കോളേജിൽ വിടണമെന്ന് പറയാൻ കാരണം ആ കോളേജുമായിട്ടും ആയിരിക്കും അതിന് ചുറ്റുവട്ടത്തുള്ള നല്ല കമ്പനികൾ കൊലാബറേറ്റ് ചെയ്യാനും ഇന്റേൺഷിപ്പിനും നോക്കുന്നത്. അല്ലെങ്കിൽ ഈ നിർഫ് റാങ്കിങ് ഇല്ലാത്ത ഒരു കോളേജായിട്ട് ആയിരിക്കില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ഫോറിനിൽ നമ്മൾ പഠിക്കാൻ വിടുന്നുണ്ടെങ്കിലും ആ സമയത്തും നമ്മൾ നോക്കേണ്ടത് ഗ്ലോബൽ റാങ്കിങ്ങിൽ എവിടെയാണ്. അതിലൊക്കെ വെബ്സൈറ്റ്സ് ഉണ്ട്. ഗ്ലോബൽ റാങ്കിങ് അടിച്ചു കൊടുത്താൽ ഇഷ്ടം പോലെ വെബ്സൈറ്റ് വരും. അതിൽ വന്ന് ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഏതാണ്, കോളേജിന്റെ റാങ്കിങ് ഏതാണ്, ഇതൊക്കെ നമുക്ക് ഇവിടെ വിഷ്ണു അമ്പൂർ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട് നിർഫിന്റെ. അതെ, അന്നേരം അങ്ങനെയുള്ള ഗ്ലോബൽ റാങ്ക് അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ. അല്ലെങ്കിൽ പഴയ രീതിയിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞു എന്നാലും പൈനൽ കോളേജ് പോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക മാടായി കോളേജിൽ പോട്ടെ, അവിടെ ആ കോഴ്സ് ഉണ്ട്. അങ്ങനെ ആയിരിക്കാൻ പാടില്ല നമ്മുടെ കുട്ടികളെ നമ്മുടെ പഠനത്തിന് വിടുന്നത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കാനുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇന്റേൺഷിപ്പിനും ജോബ് സ്കിൽ ട്രെയിനിങ്ങിനും ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ അതിൽ സംഭവിക്കുന്നത് എന്ന് കരുതിയാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും അത് വരുന്നത്. എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്ന് ഇല്ല. ആ കാര്യം രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നുവെച്ചാൽ ഈക്വാലിറ്റി, ഈക്വിറ്റി എന്നൊക്കെ വർത്താനം പറയാമെന്നല്ലാതെ അതൊന്നും നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംഭവം, അതൊക്കെ ഒരു ഫിലോസഫിക്കലായിട്ട് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാം. ലോകത്തിൽ എന്നും ഇനീക്വാലിറ്റിയും ഡിഫറൻസസും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകും. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിക്കും. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പണ്ട് നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ലോക്കൽ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരോ ആയി മാറിയെന്നേ ഉള്ളൂ നാട്ടുരാജാക്കന്മാർ. വേറെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. അത് ഓരോ രാജ്യത്ത് ഓരോ സമയത്തും അത് ഡിഫറൻസ് ഉണ്ട്. അതില്ല എന്ന് നമുക്ക് ആക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു വലിയ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്നും കാണും. അതുകൊണ്ട് ഈക്വാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് അല്ല. അതൊക്കെ ചിലപ്പോൾ ഒരു ഉട്ടോപ്പിയൻ സങ്കല്പമായിട്ട് പോലും തോന്നിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഏതാണെന്ന് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഫോർമൽ എഡ്യൂക്കേഷന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു ചോദ്യം. അപ്പോൾ നോർമലി ഇപ്പോഴത്തെ ഒരു സിസ്റ്റം പ്രകാരം 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കിനും ഒക്കെ അനുസരിച്ചിട്ട് കുട്ടികൾ ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ മാർക്കിനും ഒക്കെ അനുസരിച്ചിട്ടാണ് +2 സബ്ജക്റ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ +1 +2 ഹൈസ്കൂളും ആകുന്ന സമയത്ത് ഈ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി വന്നിട്ടുണ്ടോ? അതോ ഇപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പോൾ ഒരു 10 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 20 കുട്ടികളുടെ എല്ലാവർക്കും സയൻസ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സയൻസ് തന്നെ എടുത്ത് പഠിപ്പിക്കാനുള്ള സീറ്റുകൾ അവിടെ ഉണ്ടാവുമോ? അതോ എങ്ങനെയാണ് അതിന്റെ സബ്ജക്ട് ചൂസ് ചെയ്യുന്നത് വരുന്നത് +1 +2 ലെവലിലേക്ക്? ഈ സബ്ജക്ട് ചൂസ് ചെയ്ത ഇപ്പൊ ഒരു CBSE സിലബസിലാണെങ്കിൽ, ഇപ്പൊ CBSE സിലബസിലോ IB കരിക്കുലത്തിലോ അതുപോലെ തന്നെ ICSE കരിക്കുലത്തിലോ ഒക്കെയാണ്, സ്റ്റേറ്റ് ബോർഡിലും ഇത് തന്നെയുണ്ട്. ഇപ്പൊ CBSEയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 165 സബ്ജക്റ്റോളം പറഞ്ഞിട്ടുണ്ട്.
ഇതിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇല്ല. അതും പേരൻസിന്റെ മൈൻഡിൽ മാത്രമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാം. ആസ് പെർ ദ നോം, ഞാൻ പറയുന്നത് CBSE പോളിസി പ്രകാരം അല്ലെങ്കിൽ IB പോളിസി പ്രകാരം ഏത് സബ്ജക്ട് വേണമെങ്കിൽ 165 എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ബയോളജിയും ഹിസ്റ്ററിയും കോമേഴ്സും അക്കൗണ്ടൻസിയും പഠിക്കണമെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാം. പക്ഷെ പ്രശ്നം ഉണ്ടാകുന്നത് അവിടെയല്ല, സ്കൂളുകൾക്ക് ആ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല. സീറ്റിന്റെ കപ്പാസിറ്റി അല്ല സ്കൂൾ. ഇപ്പം ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഇപ്പം ബയോളജിയും കെമിസ്ട്രിയും ഹിസ്റ്ററിയും ഒരു കുട്ടിക്ക് പഠിക്കണം. ഓക്കെ, അത് ആ കുട്ടിക്ക് ആ സ്കൂളിൽ ആ ചോയ്സ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ എടുക്കുന്നത് ചിലപ്പോൾ ഒരു കുട്ടിയേ ഉണ്ടാവുള്ളൂ. വേറൊരു കുട്ടിക്ക് വേണ്ടത് കെമിസ്ട്രിയും വേറെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സയൻസ് കൊമേഴ്സ് ഡിഫറെന്റ് ആ ഒരു ബൈ ഡിഫോൾട്ട് ഗ്രൂപ്പ് വന്നത് അങ്ങനെയാണ് അല്ലേ? ബൈ ഡിഫോൾട്ട് വന്നത്. അല്ലാണ്ട് ശരിക്കും ഇതിൽ പണ്ടേ അങ്ങനെ നിയമമില്ലേ, ആർക്ക് വേണമെങ്കിൽ എന്ത് എടുക്കാം. ഇപ്പൊ ഒരു ആർക്കിയോളജിസ്റ്റ് ആവണമെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റിന് ഏറ്റവും കൂടുതൽ വേണ്ട ആ കുട്ടി കെമിസ്ട്രിയും ഹിസ്റ്ററിയും ആയിരിക്കണം, ആ കുട്ടി പഠിച്ചിരിക്കണം. എങ്കിലേ ആ കുട്ടിക്ക് ക്രെഡിറ്റ് കിട്ടുള്ളൂ. ആർക്കിയോളജി, ഹിസ്റ്ററി, കെമിസ്ട്രി ഈ 3 കോമ്പിനേഷനും പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഏറ്റവും നന്നായിട്ട് നല്ലൊരു ആർക്കിയോളജിസ്റ്റ് ആകാൻ പറ്റും. അല്ലെങ്കിൽ ആ കുട്ടി റിസർച്ച് ചെയ്യുന്ന ഓരോ റിസർച്ചും ഒരു കെമിസ്ട്രി എടുത്ത് കാർബൺ 14 മെത്തേഡിൽ കെമിസ്ട്രി എടുത്ത് പോകണം. ചിലപ്പോൾ ആ കെമിസ്ട്രി കുട്ടീനെ ചതിച്ചാൽ കുട്ടിക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അന്നേരം അത് അങ്ങനെ പോകാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കോളേജുകൾക്കും നമ്മുടെ സ്കൂളുകൾക്കും അതിനുള്ള ഫെസിലിറ്റി ഇല്ല. അതേസമയത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ ഒരു കുട്ടിയാണെങ്കിലും അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കോളേജുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പറ്റുന്നില്ല, അതുകൊണ്ടാണ്. എന്നാലും ഡൽഹി പോലെയുള്ള ഡൽഹി പോലുള്ള വലിയ സിറ്റികളിൽ അത് ഇന്നും ഹൈദരാബാദ് അവിടെയൊക്കെ അങ്ങനെയുള്ള ചോയ്സസ് ഉണ്ട്, കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മുടെ എന്താ പറയുക B ക്ലാസ് സിറ്റീസിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. A ക്ലാസ് സിറ്റീസിൽ ആ പ്രശ്നമില്ല. ശരി, ഇനി ഒരു 2 ഡൗട്ട്സ് ഉള്ളത് പ്രൈമറി എഡ്യൂക്കേഷൻ രംഗത്താണ്. ഒന്ന്, ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ടു ബ്രിങ് ബാക്ക് ദ സ്റ്റുഡൻസ് ടു ദ ഫോർമൽ എഡ്യൂക്കേഷൻ. അത് കേരളത്തിൽ അത് അത്രത്തോളം റെലവെന്റ് അല്ല, പക്ഷെ നോർത്തിലേക്കും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തും വലിയൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈ ഫോർമൽ എഡ്യൂക്കേഷന്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ അവരെ ഇതിന്റെ ഭാഗമാക്കി കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്ന് പിന്നെ അതിൽ ഞാൻ വായിച്ചു. അപ്പൊ അതിനെന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കോ ഗൈഡ് ലൈൻസോ ഫോളോ അപ്പ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടോ, അതോ ജസ്റ്റ് അതൊരു ജസ്റ്റ് റിട്ടേൺ ദാറ്റ് മച്ച് ഓൺലി? എങ്ങനെയാണ് അത്? അതിനാണ് ഗവൺമെന്റ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്യാനാണ് ഫ്രീ എഡ്യൂക്കേഷനും അങ്ങനെ പല സ്കീമുകളും ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ സ്കീമുകളിലൂടെയൊക്കെ എത്രത്തോളം കുട്ടികൾ സ്കൂളിൽ വരുന്നുണ്ടെന്ന് ഇനിയും കണ്ടറിയണം. അതിന് ഈ സ്കീമുകളുടെ മാത്രം പ്രത്യേകത നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയുണ്ട്. ഇപ്പം ആൺകുട്ടികളെ നല്ല സ്കൂളിൽ വിടുക, പെൺകുട്ടികളുടെ അങ്ങനെ വിടേണ്ട കാര്യമില്ല, പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ മതി, അങ്ങനെയുള്ള പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ട്. അത് ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു പൊതുജനങ്ങൾക്കുള്ള ഒരു അവയർനെസ് ആണ് അതിനൊക്കെ വേണ്ടത്. ഗവൺമെന്റ് പല പോളിസീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഫണ്ടിങ് ഒന്നും ശരിക്കും ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പൊ ശരിക്കും ഫണ്ടിങ് ഒക്കെ ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നുണ്ടെങ്കിൽ എത്രയോ നല്ല രീതിയിൽ എന്താ പറയുക നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതൊക്കെ ഫണ്ടുള്ളത് പല വഴിക്കും ചോർന്നു പോകുന്നുണ്ടെന്നാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് താഴത്തെ ലെവലിൽ എത്തുമ്പോൾ. ശരി, പോളിസീസ് ഉണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല. അതാണ് പ്രശ്നം. പോളിസീസ് ഉണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഗവൺമെന്റിന്. ശരി, ഒരു ചോദ്യം കൂടി. പിന്നെ അതായത് ഈ ഇനി അഗൈൻ ചോദ്യം പ്രൈമറി എഡ്യൂക്കേഷൻ രംഗത്ത് തന്നെയാണ്. അതായത് ഇപ്പോ ഈ പറഞ്ഞല്ലോ ഇമോഷണൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ കൺസിഡർ ചെയ്യണം കുട്ടികളുടെ. അപ്പൊ അതിന് ഫോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഗൈഡ് ലൈൻസ് ഉണ്ടോ? അതായത് അപ്പോയിന്റിങ് ദ ചൈൽഡ് കൗൺസിലർ, കൗൺസിലർ കമ്പൽസറി ആണ്. ഇപ്പൊ സ്കൂൾസിൽ കൗൺസിലർ കമ്പൽസറി ആണ്. കൗൺസിലിംഗ് പീരീഡ്സ് വേണം, കൗൺസിലിംഗ് സെഷൻസ് വേണം, അത് ഇത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇത്ര ടീച്ചേഴ്സിന് ട്രെയിനിങ് ഉണ്ട്, അതിന് ടീച്ചേഴ്സിന് ഇത്ര മണിക്കൂർ ട്രെയിനിങ് കൊടുക്കണം. എല്ലാ ടീച്ചേഴ്സിനും, അത് കൗൺസിലേഴ്സിന് മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിനെയും കൗൺസിലേഴ്സ് ആയിട്ട് മാറ്റണം എന്ന രീതിയിലാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം പോകുന്നത്. അതിന് പ്രത്യേകിച്ച് അവർ ട്രെയിനിങ്ങും എല്ലാം അതിന് ഇമ്പോസ് ചെയ്തിട്ട് ഒരുപാട് ട്രെയിനിങ്സ് ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനിലായിട്ടും. എന്താ പറയുക, എക്സലൻസി ട്രെയിനിങ്സ് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. ഗവൺമെന്റ് കെയർ ടീച്ചേഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 70 hours ഓഫ് ട്രെയിനിങ് ഇൻ എ ഇയർ ഈസ് കമ്പൽസറി ഈവൻ ഫോർ സ്കൂൾ ടീച്ചേഴ്സ് നൗ.
ഈ പ്രൈമറി എഡ്യൂക്കേഷൻ ഐ മീൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നോർമലി ഇപ്പോൾ TTCയും കേട്ടിട്ടും എഴുതി കഴിഞ്ഞാൽ അവർക്ക് അതിൽ കയറാമല്ലോ. അപ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഡിഗ്രി ഒന്നും പഠിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് TTC എടുത്തിട്ട് പിന്നെ ഒരു LP ടീച്ചേഴ്സായിട്ട് മാറുക. അപ്പൊ അവർക്ക് ഈ ആസ് പാർട്ട് ഓഫ് ദെയർ ട്രെയിനിങ് അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സ്പെസിഫിക് റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്യുമോ ഇൻ ഈ ഫ്യൂച്ചറിൽ? TTC എന്ന് പറയുന്നത് അതിപ്പോ കേരള ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ മാത്രമാണ്. ഇപ്പൊ CBSEയിലൊന്നും TTCക്കാർക്ക് ഒന്നും ഓപ്പർച്യൂണിറ്റി ഇല്ല. അവർക്ക് ഡിഗ്രി വേണം, മിനിമം ഡിഗ്രിയെങ്കിലും വേണം, അണ്ടർ ഗ്രാജുവേഷൻ വേണം. അണ്ടർ ഗ്രാജുവേഷൻ ചൈൽഡ് സൈക്കോളജി അതിൽ BEdും വേണം. എന്നാലേ ചൈൽഡ് സൈക്കോളജിയിൽ അത് ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഈ NEP വന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസ് ആയാലും അവർക്ക് ഇത് ഫോളോ ചെയ്യേണ്ടി വരില്ലേ? എങ്ങനെയാണത് ഫോളോ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു +2 TTC ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കേരള ഗവൺമെന്റ് +2 TTC ആയിട്ട് സംശയമുണ്ട് ഇപ്പൊ. അപ്പൊ അത് മാറേണ്ടി വരില്ലേ ഇൻ ഫ്യൂച്ചറിൽ? ആ ഒരു മാറേണ്ടി മാറ്റം വരും. വരില്ലേ? അത് സ്റ്റേറ്റും ഇതെന്താ പറയുക, ഇത് സ്റ്റേറ്റിനും സെൻട്രലിനും പവർ ഉള്ളതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് NEP അഡോപ്റ്റ് ചെയ്താലേ ആ പ്രശ്നം വരുള്ളൂ. ഓ ശരി. അതൊരു കൺകറന്റ് എഡ്യൂക്കേഷൻ, ഒരു കൺകറന്റ് ലിസ്റ്റ് ആണല്ലോ. കൺകറന്റ് ആണ്. അതെ. സെൻട്രൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ക്വാളിഫിക്കേഷൻസ് നമ്മൾ NEP പറയുന്ന ക്വാളിഫിക്കേഷൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു പറഞ്ഞാൽ അതങ്ങനെയാവും. ഡിഗ്രി വേണ്ടി വരും. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, അതിന് ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈമറി എഡ്യൂക്കേഷനിൽ ടീച്ചർ ആവാൻ പറ്റുള്ളൂ. ഇപ്പൊ CBSE സ്കൂൾസിലൊക്കെ അത് BEd ഉള്ളവരെ എടുക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും BEd ഉള്ളവരും പ്രൈമറിയിൽ ക്വാളിഫൈഡ് അല്ല. അതിന് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഡിഗ്രിയും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. പക്ഷെ ഇപ്പൊ അത് അങ്ങനെയുള്ള ആൾക്കാർ കിട്ടാത്തതുകൊണ്ട് ഇപ്പം BEdകാരെ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ശരി. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇപ്പോ? അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എന്തെങ്കിലും വേറെ നമ്മുടെ പേഴ്സണൽ എങ്ങനെയാണ് നമുക്ക് ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. പറയൂ. ശംഭു കുന്നൂര്. പറയൂ ശംഭു. പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ഗ്രേഡിങ് വരുമ്പോഴും കുറെ കോളേജുകളിൽ പൂട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയില്ലേ? ഇങ്ങനെ കോഴ്സുകൾ ആടെ ആരും എടുക്കാൻ പോകാണ്ട് സ്ഥാപനങ്ങളോ ഇതൊക്കെ പൂട്ടിപ്പോവുകയോ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവൂലേ ഇതില്ല? ഇതൊന്നും വന്നില്ലെങ്കിലും പൂട്ടിപ്പോകും ശംഭു. ക്വാളിറ്റി ഉള്ള കോളേജുകൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇനി പാരന്റ്സിന് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പാരന്റ്സും ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മാതിരി നമ്മുടെ ഈ B ക്ലാസ്സിലോ C ക്ലാസ്സിലുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ അക്രഡിറ്റേഷൻ ഒന്നും നോക്കാത്തത്. അതേസമയത്ത് A ക്ലാസ്സും B ക്ലാസ്സിലുള്ള സിറ്റിയിലുള്ളവർ ഈ നെഫ് റാങ്കിങ്ങും എല്ലാം നോക്കിയിട്ടാണ് ഇപ്പൊ പിള്ളേരെ കോളേജിൽ വിടുന്നത്. ഓ ശരി. അന്നേരം പെർഫോം ചെയ്യാത്ത കോളേജുകൾ പൂട്ടിപ്പോകും. കുട്ടികളെ കിട്ടില്ല. പിന്നെ പെർഫോം ചെയ്യാത്ത കോളേജുകൾ മാത്രമല്ല, അഡാപ്റ്റ് ചെയ്യാത്ത കോളേജുകൾ പൂട്ടിപ്പോകുന്ന പറയുന്നതാണ് ബെറ്റർ. പുതിയ കോഴ്സസ് തയ്യാറാവാത്ത കോളേജുകൾ. സ്കൂളിലും അങ്ങനെ കോഴ്സുകൾ കുറെ കട്ടായി പോകാനും അധ്യാപകരെ ഒരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില സ്കൂളിൽ കോഴ്സ് കിട്ടിയിട്ടെങ്കിൽ കുട്ടികൾ മാറുമ്പോ അങ്ങനെയും. അതാ ഞാൻ പറഞ്ഞ ശംഭു. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകൾ തന്നെ വെച്ചിട്ട് നമ്മൾ പോവാണ്. ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അത് പൂട്ടിപ്പോകും. എന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതലായിട്ടുള്ളത് വേണമെന്നുള്ള സ്കൂളിലേക്ക് മാറാൻ തുടങ്ങും, അല്ലെങ്കിൽ ആ കോഴ്സിലുള്ള സിലബസിലേക്ക് മാറാൻ തുടങ്ങും. സ്റ്റേറ്റ് ബോർഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന് ഒരുപാട് സ്കോപ്പ് ഉള്ള കാലമാണ് ഇപ്പോ. എന്നാലും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊന്നും കോഴ്സ് സ്കൂളുകളിൽ തുടങ്ങുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സ്കൂളുകളിലേക്ക് മാറാൻ തുടങ്ങും. അതല്ലെങ്കിൽ ആ കരിക്കുലത്തിലേക്ക് മാറാൻ തുടങ്ങും. ശരിയല്ലേ? ശരി. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഡിജിറ്റൽ ട്രക്ക് ഡ്രിവൺ ജോബാണ് കൂടുതലുള്ളത്. ഈ ഡിജിറ്റൽ ട്രക്ക് ഡ്രിവൺ ജോബ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള കോഴ്സുകളുള്ള കോളേജുകളിലേക്കും അല്ലെങ്കിൽ സ്കൂളുകളിലേക്കും കുട്ടികൾ മാറും. അതിനിപ്പോ ആരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ശരി. അതെ. സാർ, എന്റെ പേര് ജയകൃഷ്ണനാണ്. ജയകൃഷ്ണൻ പറയും. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പോൾ സാർ ഇപ്പോൾ മുന്നേ മാധവേട്ടന് കൊടുത്ത റിപ്ലൈൻ്റെ അകത്ത് അതിലിപ്പോൾ പുതിയ കോഴ്സുകൾ ഇവിടെ വരുമ്പോൾ അത് പഠിപ്പിക്കാനുള്ള എഫിഷ്യൻസി ഇവിടെയുള്ള ലെക്ചേഴ്സിന് ഇല്ല. ഇപ്പം കറന്റ്ലി ഇപ്പോൾ ഉള്ള ഒരു ലാംഗ്വേജ് പോലും പഠിപ്പിക്കാനുള്ള എഫിഷ്യൻസി ഇവിടെയുള്ള ലെക്ചേഴ്സിന് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഉള്ളതിൽ തന്നെ ഒരു 50% ആളുകൾക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഉള്ളൂ. ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു അഡാപ്റ്റീവ് നേച്ചർ നമ്മുടെ രാജ്യത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? അങ്ങനെ ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? 2, ഇതുവരെ പഠിച്ച എഞ്ചിനീയറിംഗ് പഠിച്ചതോ ഇല്ലെങ്കിൽ വേറെ കോഴ്സുകൾ പഠിച്ച ആളുകൾക്കോ ഇന്നും ജോലിയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാറ്റം കൂടി വരുമ്പോ ഇവിടുത്തെ മൊത്തത്തിലുള്ള അവസ്ഥ അത് ഭയങ്കര ഒരു ദയനീയ അവസ്ഥയിലേക്കല്ലേ പോവുക? കാരണം ഇത്രയും ആളുകൾ ഇവിടെ പഠിച്ച ആളുകൾ വെറുതെ കെട്ടിക്കിടക്കുന്നു, പുതിയ കോഴ്സുകൾ വരുന്നു,
അത് ചെറിയ ജനറേഷനിലുള്ള ആളുകൾ പഠിക്കുന്നു ഈ ഒരു കോഴ്സുകൾ. പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ പുറത്തുനിന്നുള്ള കമ്പനികളിലേക്ക് ജോലി ലഭിക്കാം. പക്ഷെ അപ്പോഴും ഇവിടെയുള്ള ഇപ്പോഴും ജോലി ഇല്ലാത്ത ആളുകൾക്കും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും കൂടുതൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്കല്ലേ പോവുക? ജയകൃഷ്ണ, അതിന് പറയാനുള്ള ഇപ്പൊ നമ്മൾക്ക് ആൾക്കാർക്ക് ഈ ജോലികളില്ല എന്ന് പറയുന്നത് പലപ്പോഴും അത് എംപ്ലോയബിലിറ്റി സ്കിൽ ഇല്ലാഞ്ഞിട്ടാണ്. അത് നമ്മളെ മുന്നേ പറഞ്ഞ ആ ഒരു ഇഷ്യൂലേക്കല്ലേ പോകുന്നത്. അതായത് എംപ്ലോയബിലിറ്റി സ്കില്ല് ഇവിടെ പഠിപ്പിക്കാത്തതാണല്ലോ ഇവിടുത്തെ വിഷയം. അതെ 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 അതെ. ഇപ്പൊ നമ്മൾക്കിപ്പോ എഞ്ചിനീയറിംഗിനും ഇതൊക്കെ ആൾക്കാരുടെ, പക്ഷെ അവർക്ക് എംപ്ലോയബിലിറ്റി സ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും പഠിച്ചു വന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ അല്ല. ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇല്ല. അവിടെയും തിയറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതിനാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഈ നെർഫ് റാങ്കിങ്ങും ഒക്കെ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഇപ്പൊ നെർഫിലെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന കോളേജുകൾ പലപ്പോഴും അവിടെ നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റീസും അതൊക്കെ കാണാം. അപ്പോൾ കാര്യങ്ങളിൽ മാറ്റം വരും. അങ്ങനെയുള്ള കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. അതാണ് ഞാൻ നേരത്തെ മാധവനോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികളെ ചേർക്കുമ്പോൾ നല്ല കോളേജുകളിൽ ചേർത്താൽ മാത്രമേ നല്ല ഇന്റേൺഷിപ്പും അവർക്ക് എംപ്ലോയബിലിറ്റി സ്കില്ലും ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ പഴയ രീതിയിൽ വീടിനടുത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എംപ്ലോയബിലിറ്റി സ്കില്ല് വരില്ല, അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഈ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ എഞ്ചിനീയറിംഗിന്റെ കോൺസെപ്റ്റിനൊക്കെ ടോട്ടലി മാറ്റം വന്നു. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം കരുതുന്നത് അവരെന്തെങ്കിലും ഒരു ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബിൽഡിംഗ് കിട്ടുന്നു, ഒരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഒരു ബിൽഡിംഗ് കിട്ടുന്നു, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ട് അവർക്ക് സ്കില്ലുണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ഡാറ്റ എഞ്ചിനീയേഴ്സ്, ഇപ്പൊ പുതിയ കോഴ്സുകൾ വരുന്നതെല്ലാം ഈ ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെയുള്ള കോഴ്സുകൾ തന്നെ നമ്മളെ കുട്ടികളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ടെക് ഡ്രിവൺ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സസിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, AI സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാടുണ്ട്. ഡാറ്റാ സയന്റിസ്റ്റ്, ML എഞ്ചിനീയേഴ്സ്, അങ്ങനെ അതിൽ തന്നെ ഇപ്പം നമുക്ക് ഇപ്പൊ അങ്ങനെ അത് പഠിച്ചതിനെ കൊണ്ട് മാത്രം ഇവിടെ ഒരു പ്രയോജനം ഇല്ല എന്നാണ് ഇപ്പൊ കറണ്ട് ട്രെൻഡ് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോ AI, ഇപ്പൊ സാറിന് പറഞ്ഞ വിഷയങ്ങൾ തന്നെ, ഡാറ്റാ സയന്റിസ്റ്റ്, പിന്നെ AI ആൻഡ് മെഷീൻ ലേണിംഗ്, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പഠിച്ച ആളുകൾ ഇപ്പൊ തന്നെ ഇവിടെ പല ട്രെയിനിങ്ങുകളും കോഴ്സസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, മെട്രോ സിറ്റീസിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞവർക്ക് പോലും ഇപ്പൊ തന്നെ ഇവിടെ ജോലി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതിന് ജയകൃഷ്ണ, അതിന് വേറൊരു കാര്യം എന്ത് ജയകൃഷ്ണ, ഇതിലൊക്കെ കുറച്ച് ആൾക്കാരെ വേണ്ടു. ഇപ്പം പണ്ടത്തെ മാതിരി മാസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ല ഇപ്പൊ. എന്തുകൊണ്ടെന്നല്ല, ഇപ്പൊ നമ്മളൊരു ഡാറ്റാ സയന്റിസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു 10, 100, 500 ആൾക്കാർ മാനേജ് ചെയ്ത ഡാറ്റ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഇന്ന് പ്രശ്നം. അങ്ങനെ ഒരു വിഷയം വരുമ്പോ നമ്മൾ പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോവുകയായിരിക്കില്ലേ വേണ്ടി വരിക? അതായത് ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തില് ഇപ്പം നമുക്കിപ്പോ തെങ്ങുമ കയറാൻ, അല്ലെങ്കിൽ പല പണിക്കും ചെറിയ പണികൾക്ക് ആളില്ല. അപ്പൊ ആ ഒരു സാധനത്തിലേക്ക് തിരിച്ചു പോവുകയല്ലേ വേണ്ടത്, അല്ലാണ്ട് പുതിയ ടെക്നോളജിയിലേക്ക് കൂടുതൽ ആൾക്കാരെ വരുത്തുകയാണോ വേണ്ടത്? അല്ല, അതിനൊരു ലിമിറ്റ് വെക്കണം. അതിന്റെ സംശയമാണ്. അതായത് നമ്മളിപ്പോ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഇപ്പൊ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി പഠിക്കാൻ ഒരുപാട് സീറ്റ് അവൈലബിലിറ്റി കൊടുക്കുന്നതിനേക്കാളും കുറച്ച് മിതമായ സീറ്റുകൾ കൊടുത്താൽ, മിതമായ കോളേജുകൾ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം പഴയ കാര്യങ്ങളിലേക്ക് പോകുന്ന കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് വരികയല്ലേ വേണ്ടത്? എന്ന് അതിൽ ഏറ്റവും നല്ലത് സ്ക്രൂട്ടിനി വേണം. എല്ലാവർക്കും വിദ്യാഭ്യാസം, ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റം വരുത്തുകയാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ജോലികൾക്ക് ആൾക്കാരെ അതിനുള്ള എംപ്ലോയബിലിറ്റി സ്കിൽ ഉണ്ടാവണം, അതിന് ആൾക്കാർ തയ്യാറാവണം. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പലരും അതിന് തയ്യാറല്ലാത്തൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ആൾക്കാർക്കെല്ലാം വൈറ്റ് കോളർ ജോബേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയും കൂടി ഇതിലൊരു പ്രശ്നമാണ്. അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പോപ്പുലേഷൻ ഹ്യൂജ് ആണല്ലോ. അതായത് ഗവൺമെന്റിനെ മാത്രം കുറ്റം വന്നിട്ട് കാര്യമില്ല, നമ്മുടെ ആൾക്കാരുടെയും മാനസികമായിട്ടുള്ള മാറ്റം വരണം. എല്ലാ ജോലിനെയും എല്ലാ ജോലിയേക്കും റെസ്പെക്റ്റോട് കൂടി കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. ഒരു പ്ലംബർ ആയാലും, ഒരു ഇലക്ട്രീഷ്യൻ ആയാലും, ഒരു തെങ്ങ് കയറ്റക്കാരനായാലും എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസ് കൊടുക്കുന്ന ഒരു സമൂഹം വന്നു കഴിഞ്ഞാലേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇത്രയും വലിയ പോപ്പുലേഷൻ വെച്ച് എല്ലാവരും എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം എന്ന് വെച്ച് നടക്കില്ല. അതാണ് ഇപ്പൊ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ മൊത്തം കാരണം എന്ന് പറഞ്ഞാൽ ഓവർ പോപ്പുലേഷൻ ആണ്.
അതിന് പോപ്പുലേഷൻ കൺട്രോളിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് വേണ്ടത്. ഇന്ത്യയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് വേണം. എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നത് വെച്ചാൽ 2 കുട്ടികളിൽ കൂടുതലുള്ള ഒരു പാരന്റ്സ് യാതൊരു ഫെസിലിറ്റി ഉണ്ടാവാൻ പാടില്ല. ഗവൺമെന്റ് രീതിയിൽ നിന്ന് ഒരു ഫെസിലിറ്റിയും 2 കുട്ടികൾക്ക് കൂടുതലുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. ഈവൻ സിറ്റിസൺഷിപ്പ് റൈറ്റ് പോലും ഡിനൈ ചെയ്യുന്ന രീതിയിലേക്കുള്ള സ്ട്രിക്റ്റ് പോളിസികൾ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ഇന്ത്യയിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മുടെ പൊളിറ്റിക്കൽ അതോറിറ്റീസ് അതൊന്നും നടപ്പാക്കാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിനുള്ള തൻ്റെയുള്ള ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ഒന്നും നമുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അതെ, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അതായത് ഒരു സൈഡില് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുമ്പോഴും ഇപ്പുറത്ത് അതിനുള്ള സൊല്യൂഷൻ അവർ പറയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം മനസ്സിലാക്കുന്നത്. അതെ ജയകൃഷ്ണ, അതാ ഞാൻ പറഞ്ഞ ജയകൃഷ്ണ, അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൺട്രോൾ വേണം. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി വേണം. 2 കുട്ടികളിൽ കൂടുതൽ പാടില്ല എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് നടപ്പാക്കാൻ പറ്റണം. എന്നാൽ ആ 2 കുട്ടികളിൽ പാടില്ല എന്ന് നടപ്പാക്കണമെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ്, ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങാനുള്ള പവർ പോലും ഒരു 3ാമത്തെ കുട്ടിക്ക് കിട്ടാൻ പാടില്ല. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പോപ്പുലേഷൻ കൺട്രോൾ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പോപ്പുലേഷൻ കൺട്രോൾ വന്നാലേ നമുക്ക് പല മേഖലകളിലേക്കും ക്വാളിറ്റി എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഓവർ പോപ്പുലേഷൻ കൊണ്ട് സ്കൂളുകളും കോളേജുകളും എല്ലാം ഓവർ ബർഡൻ ആവും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇപ്പൊ 100 രൂപയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ആ 100 രൂപ ഡിവൈഡ് ചെയ്ത് പോവാണ് വീണ്ടും. അതായത് ക്വാളിറ്റി ഒരിക്കലും വരുന്നില്ല. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. അത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഇപ്പൊ വെൽഫെയർ സ്കീമിലായാലും എഡ്യൂക്കേഷൻ സെക്ടറിലായാലും എല്ലാ മേഖലകളിലും ഉണ്ട് ആ പ്രശ്നം. അതായത് അതിനെയൊക്കെ തൻ്റെ ഇടത്തോടെ നേരിടാനുള്ള ഒരു ഗവൺമെന്റ് സെറ്റപ്പ് വന്നാലേ ഇത് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കും കുറെ തിയറീസ് എന്നുള്ള ഒരു രീതിയിലേക്കേ പോവുള്ളൂ. ഇത് ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. 2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സതീശൻ വി എൻ. ഞാൻ പറയാം. എനിക്ക് 2 കാര്യങ്ങളാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് 2 കാര്യങ്ങളാണ്. കേൾക്കാനില്ലേ? കേൾക്കുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ഒബ്സർവേഷൻ ആണ്, രണ്ടാമത്തെ ഒരു ചോദ്യം. അങ്ങനെയാണ്. ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ ലൈഫ് സ്കില്ലിൽ പെടുത്ത ഇമോഷണൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നല്ല നല്ല കമ്പനികളിൽ മാനേജ്മെന്റ് ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഇതിന്റെ സ്കില്ലും അതിന്റെ ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട്. ഞാനത് അതിൽ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം മിക്കവാറും എല്ലാ കമ്പനികളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് താങ്കൾ പറയുന്ന ഈ പോളിസിയിൽ വരുമ്പോൾ അത് എല്ലാവർക്കും കിട്ടും എന്നുള്ള ഒരു മാറ്റമാണ് അതിൽ വരുന്നത്. മറ്റത് നേരത്തെ ഒരു റെസ്ട്രിക്റ്റഡ് പോപ്പുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. സതീഷ്, അതിന് ഞാൻ വേറെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ കമ്പനികളിൽ കിട്ടുന്നതാണ്. ഈ ജീവിതം എന്ന് പറയുന്ന കമ്പനികളിലുള്ളവർക്ക് മാത്രമല്ല, ഒരു സംരംഭകനായാലും അത് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് റെസ്ട്രിക്റ്റഡ് പോപ്പുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ എല്ലാവർക്കും സാർവജനികമായിട്ട് കിട്ടുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യമാണ്. അത് ഞാനൊരു എക്സെഞ്ചറിന്റെ ഒരു CEO ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പൊ അവര് വർഷത്തിലെ ഒരു 1000കണക്കിന് ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരോട് ഇന്റർവ്യൂവിൽ ചോദിച്ചത്, നിങ്ങൾ എന്ത് സ്കില്ലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാരണം ഇത്രയധികം ആൾക്കാർക്ക് ഇത്രയധികം സ്കില്ല് ഇവാലുവേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഒരുപാട് സമയമെടുക്കും. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവര് മറുപടി പറഞ്ഞത് ലേണിംഗ് എബിലിറ്റി എന്നാണ് പറഞ്ഞത്. അവര് ഈ ലേണിംഗ് എബിലിറ്റി ഇവിടെ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വരുന്നുണ്ടോ? അത് ലൈഫ് ലോങ് ലേണിംഗ് എന്നുള്ള സ്കിൽ അതാണല്ലോ പറയുന്നത്. ലൈഫ് ലോങ് ലേണിംഗ്, അഡാപ്റ്റബിലിറ്റി, ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അല്ല, പുതിയ സബ്ജക്ട്സ് ലേൺ വരുന്നതനുസരിച്ച് പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി വരണ്ടേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഈ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റുകൾ എപ്പോഴും, സിലബസ് എപ്പോഴും റിഫോം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പല യൂണിവേഴ്സിറ്റികളുടെയും എല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് സിലബസ് അപ്ഡേറ്റ് നടക്കുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇപ്പൊ NCERT ബുക്സിന്റെ കാര്യം, നമ്മുടെ 12th വരെ ഇന്ത്യയിലെ പൊതുവെയുള്ള ബുക്സിന്റെ NCERT ബുക്സ് ആണ്. ലാസ്റ്റ് 30 years ആയിട്ട് ബുക്ക് റിഫോം ചെയ്തിട്ടില്ല. ഞാൻ +2 പഠിച്ച ബുക്കാണ് ഇപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറയും. ഇപ്പോഴാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് റിഫോർമേഷൻ കമ്മിറ്റി ഒക്കെ ആക്കി ഒന്ന് റിഫോം ചെയ്യാൻ വന്നത്. പല യൂണിവേഴ്സിറ്റികളുടെയും ഇന്ത്യയിലെ അവസ്ഥ അത് തന്നെയാണ്. അതേ സമയത്ത് ഫോറിൻ രാജ്യങ്ങളിലും ഡെയിലി സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ പോലെ ഉണ്ട്. അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിലബസ് ഇല്ല. ജോയിൻ ചെയ്യുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സിലബസ് കൊടുക്കാതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് സിലബസ് ഇവോൾവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്.
അല്ല അങ്ങനെയും ഒരു സംരംഭത്തിലേക്ക് നമ്മുടെ ഇന്ത്യക്ക് പോകാൻ പറ്റിയാൽ നല്ലതാണ് കുറച്ച് യൂണിവേഴ്സിറ്റികൾക്കെങ്കിലും. എന്നാൽ ഈ ലൈഫ് ലോങ് ലേണിങ്ങിന് കൂടുതൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മളെങ്ങനെ മുന്നോട്ട് പോകുന്നത്? സോറി, മുന്നോട്ട് എൻ്റെ പോകുന്നുണ്ടോ? പേര് അല്ല, പ്രസാദ്. പറയൂ. ഹലോ സാർ, നമസ്കാരം. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. അപ്പോൾ ഈ PhD ചെയ്യാനുള്ള ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം, അതായത് ഈ 2022-23 മുതലുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? അതായത് സാധാരണ സപ്പോസ് വർക്കിംഗ് പ്രൊഫഷണൽസിലോ അല്ലെങ്കിൽ ഓൾറെഡി BTech അല്ലെങ്കിൽ MBA MCA അതെല്ലാം കഴിഞ്ഞവർക്കോ PhD ചെയ്യാൻ പറ്റുന്ന അതിലെ അതിൻ്റെ പ്രോസസ്സ് എന്താണ്? അതിൻ്റെ ഏത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് സാറൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ഇപ്പോൾ ഉള്ള പോളിസി പ്രകാരം ഈ 4 years ഓണേഴ്സ് കഴിഞ്ഞ് അവർക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാം. PG വേണമെന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഇതിന് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. നമ്മുടെ പണ്ടത്തെ സിസ്റ്റത്തിൽ അതായത് 2+3 സാർ, അതായത് +2 മുന്നേ, അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MCA എടുത്തു അല്ലെങ്കിൽ BTech കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കഴിഞ്ഞ് വന്നിരിക്കുന്നവർക്ക് ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അവർക്ക് PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ MPhil എടുക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾക്കിപ്പോ നമ്മൾ 4 years ഇതെല്ലാം ഇയേഴ്സ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പൊ +2 2 years, അതുപോലെ തന്നെ ഓണേഴ്സ് 4 years. നിങ്ങൾ അന്നേരം പഴയ 3 years ഡിഗ്രിയും അണ്ടർ ഗ്രാജുവേഷനും 1 year 2 year പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ അന്നേരം അവിടെ MPhil എന്നുള്ളൊരു വേറൊരു ഇൻ ബിറ്റ്വീൻ അത് ഇല്ലേ അവിടെ? അങ്ങനെ അത് മുമ്പ് MPhil എന്നുള്ള കോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അത് PhDക്ക് മാനദണ്ഡം ആയിരുന്നില്ല. മുമ്പും PG കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിന് PhDക്ക്. MPhil അതിന്റെ ഇടക്ക് വരുന്നില്ല. MPhil വേറെ ഒരു സിസ്റ്റം ആയിരുന്നു, അതിപ്പോ വൈൻഡപ്പ് ചെയ്തു. MPhil എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കി. അതുകൊണ്ട് അത് നമ്മൾ റിലേഷൻ ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾക്കൊരു BTech കഴിഞ്ഞാലും MCA കഴിഞ്ഞാലും നമുക്ക് അത് ഡയറക്റ്റ് ആയിട്ട് PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഒരു യൂണിവേഴ്സിറ്റി ഈ ഞാൻ പറയുന്നത് ഞാൻ ഒരു കുറെ ഇത് പറഞ്ഞല്ലേ, ഈ 40 80 120 160 ആ ക്രെഡിറ്റിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 160 ക്രെഡിറ്റ്സ് ആണ് ഈ PhD രജിസ്റ്റർ ചെയ്യാൻ ഇനി വേണ്ടത്. എന്ന് പറഞ്ഞാൽ 4 years. നമ്മുടെ സിസ്റ്റം സപ്പോസ് നമ്മൾ 5 കൊല്ലം 10 കൊല്ലം മുന്നേ നമ്മളിപ്പം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു വന്നേരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അപ്ലൈ ചെയ്തത് അവിടെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അവർ ചോദിക്കും. ഈ 160ക്ക് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അവർ ചിലപ്പോൾ ചോദിക്കും. അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി മേടിച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതിനൊരു സർട്ടിഫിക്കറ്റിന്റെ പേര് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അവർ ചോദിക്കും. ചില യൂണിവേഴ്സിറ്റികളൊന്നും ചോദിക്കില്ല. പഴയ കോഴ്സുകൾ അവർക്ക് അറിയുന്നതുകൊണ്ട് അവർ ചോദിക്കില്ല. ചില കോഴ്സുകൾ ചോദിക്കും, ഇത് ഈ 160 ക്രെഡിറ്റ് ഈക്വലൻസി ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്തെന്ന് വരും ഇനിയുള്ള കാലങ്ങളിൽ. ഓക്കെ സാർ. അപ്പോൾ ഈ നമ്മളിപ്പോൾ BTech അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MCA നമ്മളിപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാനേജ്മെന്റിൽ PhD ചെയ്യുന്നു. അപ്പോൾ അതായത് നമ്മുടെ ഡിസിപ്ലിൻ ചേഞ്ച് ചെയ്യുന്നു PhD ചെയ്യുന്നത്. അപ്പോൾ അത് വാലിഡ് ആണോ? അതായത് അത് അവരെ അനുവദിക്കുമോ? MBA എടുത്തു അല്ലെങ്കിൽ MCA എടുത്തു, ഇനി MBA എടുത്ത ആൾക്ക് ഇനി എനിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ എനിക്ക് PhD ചെയ്യാൻ പറ്റുമോ? അതേപോലെ MCA എടുത്ത ആൾക്ക് എനിക്ക് മാനേജ്മെന്റിൽ PhD ചെയ്യാൻ പറ്റുമോ? എന്നുവെച്ചാൽ രണ്ടും ഡിഫറെന്റ്. നിങ്ങൾക്ക് മാനേജ്മെന്റിൽ നിങ്ങൾക്ക് PhD ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് PhD ചെയ്യാൻ പറ്റും മാനേജ്മെന്റിൽ. അത് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കണം. ഓക്കെ. സപ്പോസ് BTech കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ എനിക്ക് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് അങ്ങനെയുള്ള ആ മാനേജ്മെന്റ് സൈഡിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് അങ്ങനെയുള്ള ഡിസിപ്ലിനിലാണ് എടുക്കുന്നത്. അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റും. അതുമായിട്ട് റിലേഷൻ ഉണ്ടായാൽ മതി. അത് പല യൂണിവേഴ്സിറ്റികൾക്കും പല ക്രൈറ്റീരിയ ഉണ്ടാവും. ആ ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യപ്പെടണം. അത് അവരുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം നമുക്ക്. അത് BTech കഴിഞ്ഞവർക്ക് ഏതൊക്കെ കോഴ്സിനാണോ ഒരു PhD സ്പോൺസർ ചെയ്യുന്നതെന്ന്. ഓക്കെ. അത് കേരളത്തിൽ അങ്ങനെ അത് അനുവദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ടോ? ഈ 4 യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നുണ്ടോ? അല്ല നമ്മളിപ്പോൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പോയിട്ട് അവിടെ പോയിട്ട്
അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പ്രസാദ് ചോദിച്ചാൽ പ്രസാദ് ചെക്ക് ചെയ്യാൻ വേണം. അതായത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യണം. അല്ലാതെ അത്ര ഒരു ഡീപ്പ് എന്താ പറയാ ഒരു ഡീപ്പ് നോളജ് എനിക്കില്ല ആ കാര്യത്തിൽ. നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിൽ വെച്ച് ചോദിച്ചാണ്. ജനറൽ ആയിട്ട് നമുക്ക് പറയാനേ പറ്റുള്ളൂ. അത് നിങ്ങൾ അത് ഏത് യൂണിവേഴ്സിറ്റി ആണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അവരുടെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ PhD ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ബിടെക് ആയാലും MCA കഴിഞ്ഞാലും ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 160 ക്രെഡിറ്റ്സിന് ഈക്വലന്റ് ആവും. നമ്മളിപ്പോ 5 years ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യമേ മേടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ അപ്രോച്ച് ചെയ്യുന്നത് ആ യൂണിവേഴ്സിറ്റി ഡിമാൻഡ് ചെയ്താൽ മാത്രം മേടിച്ചാൽ മതി. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക്സ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സിന് കുട്ടികളെ പാരന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് നമ്മളെ കുട്ടികളെ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ പറ്റുന്നത്ര സ്പെഷ്യലൈസേഷനിലേക്ക് പോവാതിരിക്കുക. എസ്പെഷ്യലി ടെക് ഡ്രിവൺ ആയിട്ടുള്ള കോഴ്സുകൾക്ക് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അങ്ങനെ ടെക് ഡ്രിവൺ ആയിട്ടുള്ളതിന് പോകുമ്പോൾ നമ്മൾ പറ്റുന്നത്ര സ്പെഷ്യലൈസേഷനിലേക്ക് പോവാതെ ജനറൽ ആയിട്ടുള്ള കോഴ്സ് എടുക്കുക. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പൊ നമ്മൾക്ക് AI ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ AIക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിഗ്രി കോഴ്സ് ചേരാതെ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് BSc ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ മാത്രം സ്പെഷ്യലൈസേഷന് പോവുക, അല്ലാണ്ട് ഡിഗ്രി ലെവലിൽ സ്പെഷ്യലൈസേഷൻ പോവാതിരിക്കുക. അല്ലാണ്ട് നിങ്ങൾ AI എടുത്തിട്ട് നിങ്ങൾ ഡിഗ്രി ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് AI ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സിന് മാത്രമേ പോസ്റ്റ് ഗ്രാജുവേഷനിൽ പോകാൻ പറ്റുള്ളൂ. എന്നാൽ അപ്പോഴേക്കും ജോബ് മാർക്കറ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ടെക് ഡ്രിവൺ ആയിട്ടുള്ള കോഴ്സുകൾക്കും നിങ്ങൾക്ക് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് പോകാൻ എലിജിബിൾ ആണ്. അന്നേരം 3 വർഷം കൊണ്ട് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ബയോടെക്നോളജി അങ്ങനെയുള്ളതിനൊക്കെ പോകുമ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഈ അങ്ങനെയുള്ളതിനൊക്കെ പോകുമ്പോൾ നമ്മൾ കെമിസ്ട്രിയോ ബയോളജിയോ എടുത്ത് നിങ്ങൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. ബയോടെക്നോളജി പോയിട്ട് ഡിഗ്രി ലെവലിൽ സ്പെഷ്യലൈസ് ചെയ്യാതെ നിങ്ങൾ ബയോളജി അങ്ങനെ എന്തെങ്കിലും എടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് മാറി പല കോഴ്സുകളിലേക്കും പോകാൻ പറ്റും. അങ്ങനെ ഒരു ഇതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഡിഗ്രിക്ക് കോഴ്സുകൾക്ക് ചേർക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്പെഷ്യലൈസ് ചെയ്തതിന് മാത്രമേ പിന്നീട് പോകാൻ പറ്റുള്ളൂ. അത് പല കുട്ടികൾക്കും പറ്റുന്നതാണ്. ബയോടെക്നോളജി അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ AI നാനോ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ഡിഗ്രി ലെവലിൽ പോകുമ്പോൾ പിന്നീട് അവർക്ക് ഡൈവേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. പലതിനും എലിജിബിൾ ആയിരിക്കില്ല അവർ. അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഗ്രി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം സൈറ്റിൽ പോയിട്ട് നമുക്ക് ഏത് സ്പെഷ്യലൈസേഷൻ ആണോ വേണ്ടത് ആ സ്പെഷ്യലൈസേഷന് PG ചെയ്യാൻ ഏതൊക്കെ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃതമാണെന്ന് നോക്കുക. അത് അനുസരിച്ച് നമ്മൾ ജോയിൻ ചെയ്യുക. അതാണ് വേണ്ടത്. ഡിഗ്രിക്ക് അധികം സ്പെഷ്യലൈസേഷൻ പോകാതിരിക്കുക. വൈഡർ സബ്ജക്ട് എടുത്ത് ഡിഗ്രിക്ക് പഠിക്കുക. ഓക്കെ, ഇനി ഏതായാലും 9 മണിയായി. അല്ലെ സാറ് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ടോപ്പിക് ജയശങ്കർ? അല്ലെ ഇൻ ബിറ്റ്വീൻ അല്ലേ നമ്മള് ചോദ്യത്തിലേക്ക് പോയത്? അതെ അതെ, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും മറ്റൊരു ടോപ്പിക്കിലേക്ക് കയറിയിട്ട് ഞാൻ കുറെ ക്രെഡിറ്റ് സിസ്റ്റം അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോരുതോ. ശരി, സാർ ഏതായാലും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും നമ്മൾ കവർ ചെയ്യാത്ത എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് സാറ് ചിന്തിക്കുന്നത്? അതായത് ഇനിയിപ്പോ കാര്യമായിട്ട് അതിലുള്ള നമ്മൾക്ക് ഈ വാല്യൂ അതൊക്കെ കുറെയൊക്കെ ഞാൻ ടച്ച് ചെയ്തെല്ലാം പോയിരുന്നു. ഇപ്പൊ നമുക്ക് ഏതൊക്കെ ഇമോഷണൽ ഇന്റലിജൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടച്ച് ചെയ്ത് പോയി ഇപ്പൊ ഈ ഉത്തരങ്ങൾ പറയുമ്പോൾ. അതുകൊണ്ട് കുറേ ടോപ്പിക്കുകൾ ഇനിയിപ്പോ ഈ പുതിയ കരിയർ ട്രെൻഡ്സ് ആണ്. അത് ഞാൻ കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കരിയർ ട്രെൻഡ്സ് പുതിയ കരിയർ ട്രെൻഡ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വലിയ ഡിജിറ്റൽ ടെക് ഡ്രിവൺ ആയിട്ടുള്ള കരിയേഴ്സ് ആണ് ഇപ്പം ഉള്ളത്. അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇനി. അപ്പൊ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ ഡാറ്റ സയന്റിസ്റ്റ്, അതൊക്കെയാണ് ഇനിയുള്ള ഇപ്പൊ ഉയർന്നു വരുന്ന കോഴ്സുകൾ. അത് ഈ ജയശങ്കർ പറഞ്ഞ മാതിരിയുള്ള ചലഞ്ചുകളും ഉണ്ട്. അതിലൊക്കെ അതുമാതിരി സ്കിൽഡും എംപ്ലോയബിലിറ്റി ഉള്ളവർക്കേ അതിലൊക്കെ ജോലി കിട്ടുള്ളൂ. പിന്നെ ഇതിലൊക്കെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ചെയ്യുന്ന ഒരു 1000 ഓഫ് പീപ്പിൾസ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഒരു ഡാറ്റ സയന്റിസ്റ്റ് ഇത് ചെയ്യുക. അന്നേരം ആ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ഞാൻ വേറെ പറഞ്ഞ കാര്യം. എന്താ വെച്ചാൽ പണ്ട് 1000 ആൾക്കാർ ഇരുന്ന് ചെയ്യുന്ന പണിയാണ് ഇന്നൊരു ഡാറ്റ സയന്റിസ്റ്റ് ഒറ്റയടിക്ക് ഇരുന്ന് ഒരു മാർക്കറ്റ് ചെയിൻ കംപ്ലീറ്റ്, ഒരു രാജ്യത്തെ മാർക്കറ്റ് ചെയിൻ മൊത്തം ഒരു 5 6 ആൾക്കാർ ഇരുന്ന ഒരു ഡാറ്റ സയന്റിസ്റ്റ് ഉണ്ടായാൽ ചെയ്യാൻ പറ്റും. പണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾക്ക് 1 crore, ഇപ്പൊ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ 1 കോടി തേങ്ങയുണ്ടെങ്കിൽ ആ 1 കോടി തേങ്ങ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ഏതൊക്കെ മാർക്കറ്റിൽ പോകുന്നു, എവിടെയാണ് ചെലവാകുന്നത്,
എത്ര തേങ്ങ ഞാൻ ഒരു കൺട്രി ലാംഗ്വേജിൽ പറയാണ്, ഞാൻ ഒരു കൺട്രി ലാംഗ്വേജ്, 1 കോടി തേങ്ങ ഉണ്ടെങ്കിൽ ആ തേങ്ങ ഏതൊക്കെ മാർക്കറ്റിലേക്ക് വിട്ടു, ഏതൊക്കെ മാർക്കറ്റിൽ നിന്ന് വീണ്ടും സപ്ലൈക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ട്, ഏതൊക്കെ മാർക്കറ്റിലാണ് ഡിമാൻഡ് കൂടുന്നത് കുറയുന്നത്, എല്ലാം എന്താ പറയാ ഒരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മളതിന് 10 100 ആളെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അതായത് അങ്ങനെയുള്ള ഒരു ചലഞ്ച് ഇനിയുള്ള കാലത്ത് നമുക്ക് എല്ലാ ജോബ് മേഖലയിലും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബ് മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. ഒരുപാട് ഓപ്പർച്യൂണിറ്റി സൈബർ സെക്യൂരിറ്റിയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ MBA അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നെല്ലാം ഡിജിറ്റൽ MBA എന്നാണ് ഇന്നത്തെ കോഴ്സുകൾക്ക് പറയുന്നത്. ഡിജിറ്റൽ MBA എന്ന് പറഞ്ഞാൽ എല്ലാം ഡിജിറ്റൽ, നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള കോഴ്സുകൾക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് വെറുതെ പണ്ടത്തെ പോലെ HR അങ്ങനെ പോയിട്ട് ട്രിപ്പിൾ എം മാർക്കറ്റിംഗ് അങ്ങനെയുള്ളതിൽ നിന്ന് പോയിട്ട് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം ഡിജിറ്റൽ MBA എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ജർമ്മനിയിലൊക്കെ വേറെ തന്നെ കോഴ്സുകൾ തന്നെയുണ്ട്. ഡിജിറ്റൽ MBA എന്ന് അതിന്റെ കോഴ്സുകളുടെ പേര്, ഡിജിറ്റൽ സെക്യൂരിറ്റി, ഡിജിറ്റൽ MBA അങ്ങനെയുള്ള കോഴ്സുകളായിരിക്കണം നമ്മളിനി ഓപ്റ്റ് ചെയ്തത്. അതുപോലെ അതും ഇപ്പോൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റി, IIM ഇപ്പോൾ ഡിജിറ്റൽ MBAs നമ്മുടെ ഇന്ത്യയിലും അവൈലബിൾ ആണ്. എന്നാൽ അതൊക്കെ നോക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ IIM ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും ഒരു മിഡിൽ ക്ലാസ്സിനൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് അല്ല. ഇപ്പം എല്ലാം 25 lakhs 30 lakhs ഒക്കെയാണ് ഫീസ്. അതാണ് വേറൊരു കാര്യം. അതൊന്നും നമ്മുടെ എന്താ പറയാ നമ്മുടെ രാഷ്ട്രീയക്കാരോ ഒന്നും നമ്മളോട് പറയുന്നില്ല. ഇതൊക്കെ ഒരു അപ്പർ റിച്ച് ക്ലാസ്സിന് അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സിന് മാത്രം അഫോർഡബിൾ ആയിട്ട് വരികയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും. ഇപ്പൊ മൈക്കയിലൊക്കെയുള്ള കോഴ്സുകൾക്കൊക്കെ 25 to 35 lakhs ഒക്കെയാണ് ഫീസ്. മൈക്കയിലൊക്കെ ജോലി ചെയ്ത 1 കോടിയൊക്കെ ശമ്പളം കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഈ 35 lakhs നമുക്ക് ആദ്യം സ്പെൻഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇയർലി സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതും വളരെയധികം ഇപ്പം ചാൻസ് ഉള്ള ഇതാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് എഞ്ചിനീയേഴ്സും ക്ലൗഡ് ആർക്കിടെക്ട്സും ഒക്കെ ഇത് ഇപ്പം എല്ലാം വർക്ക് ചെയ്യുന്നത് ക്ലൗഡ് ബേസ്ഡ് ആണ്. ഈവൻ ഞാൻ മാനേജ് ചെയ്യുന്ന ഞങ്ങളുടെ ഇപ്പം ഇവിടെ സ്കൂളാണ്, ഞാനിപ്പോൾ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. എനിക്ക് ഇവിടെ 6000 കുട്ടികളാണ് എൻ്റെ സ്കൂളിലുള്ളത്. അതുപോലെ ഞങ്ങളുടെ സ്കൂളുകൾക്ക് വേറെയും ബ്രാഞ്ചസ് ഉണ്ട്. എന്നാൽ അവിടെയും കുട്ടികളുണ്ട്. എല്ലാം കൂടി 10-15,000 കുട്ടികളുണ്ട്. ഈ 10-15,000 കുട്ടികളുടെ നമ്മുടെ മുഴുവൻ ക്ലൗഡ് ബേസ്ഡ് ആണ്. ആരും ഒന്നും ഇങ്ങനെ മാനുവലായിട്ട് ഇപ്പം എൻ്റെ ഒന്നും ഓഫീസിൽ വന്നാൽ ഒരു പേപ്പർ പോലും കാണില്ല. ആകെ എൻ്റെ കയ്യിൽ ഒരു മൊബൈലും ഒരു ലാപ്ടോപ്പും ഇത് വെച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇത് മാനേജ് ചെയ്ത്. ഈ 10,000 കുട്ടികളുടെ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ നടത്തുന്നതെല്ലാം ക്ലൗഡാണ്. എല്ലാം നമ്മുടെ ബ്രാഞ്ചിലുള്ള മുഴുവൻ ആൾക്കാർക്ക് എന്താണ് സിലബസ്, എന്താണ് ലെസൺ കവർ ചെയ്ത് ഓരോരോ ക്ലാസ് വെച്ച് അറിയാം. ഓരോരോ ക്ലാസ് ഏത് സിലബസ് കവർ ചെയ്യുന്നത്, എപ്പോൾ എക്സാം വരുന്നത്, ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ, ഏതാണ് അതിന്റെ ആൻസർ കീ, എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആണ്. അതുപോലെ ഫീസ് അടച്ചവരാരാണ്, ആര് ഫീസ് അടച്ചില്ല, ട്രാൻസ്പോർട്ട് ഏതാണ്, ട്രാൻസ്പോർട്ട് ബസ് ഏതാണ്, ഏത് ബസ്സിൽ പോകുന്നു, എത്ര മണിക്ക് ഏത് സ്ഥലത്ത് ഇറങ്ങണം, അത് വീഡിയോ, അതിന്റെ ആ കുട്ടി ട്രാവൽ ചെയ്യുന്ന വീഡിയോ കാണണമെങ്കിൽ വീഡിയോ കാണാം എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? അന്നേരം അതിനൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതാണ് ക്ലൗഡ് എഞ്ചിനീയേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞ ഈ എഞ്ചിനീയറിംഗിലൊക്കെ ഒരുപാട് നമ്മൾ ഈ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പല ടൂൾസ് തിരിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക പല കൺസ്ട്രക്ഷനും ആയിരിക്കും. ഇന്ന് അതൊന്നല്ല. ഇന്ന് കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നവരും ക്ലൗഡ് എഞ്ചിനീയേഴ്സ് ആണ്. അങ്ങനെയുള്ളതിനൊക്കെ ഇപ്പോഴും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ക്ലൗഡ് എഞ്ചിനീയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിൽ പോലും ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന്, സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ കിട്ടാനില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഞാൻ പറയാ ഈ ക്യാമറ, സെക്യൂരിറ്റി ക്യാമറ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഏകദേശം 400 മേലെ ക്യാമറാസ് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു യൂണിറ്റിൽ 400 മേലെ ക്യാമറയുണ്ട്. അതായത് അത്രയും ക്യാമറ വയ്ക്കുന്ന ടെക്നീഷ്യൻസിനൊന്നും കിട്ടാനില്ല. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ ഈ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെന്നും ഒക്കെ പറയും. പക്ഷെ നമ്മൾ പലരും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്, നമ്മൾ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പൊ ചെയ്തത്, ഇപ്പൊ നമുക്ക് 4 പേരെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ 6 പേരെ റിക്രൂട്ട് ചെയ്യും. 2 പേരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഇട്ടിട്ട് പോയാൽ അവരെ പിന്നെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതാണ് ഇന്നത്തെ അവസ്ഥ. അന്നേരം അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ നോക്കി നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി മാത്രമല്ല. പലരും ആലോചിക്കുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസി മാനേജ്മെന്റ് മാത്രമാണെന്ന്. അതല്ല. ഇന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കംപ്ലീറ്റ് നടക്കുന്നത്. ഈ ബ്ലോക്ക് ചെയിനിലൂടെയാണ് സപ്ലൈ മാനേജ്. ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങയുടെ കാര്യമൊക്കെ എക്സാമ്പിൾ പറഞ്ഞു, അതൊക്കെ നടക്കുന്നത് ഈ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് അങ്ങനെയുള്ള സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻസ് മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ, ഇതിലൊക്കെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്നുണ്ട്. അതായത് ബ്ലോക്ക് ചെയിൻ അതുമായിട്ട് അസോസിയേറ്റഡ് ബ്ലോക്ക് ചെയിൻ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ നല്ലതായിരിക്കും. പിന്നെ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തന്നെയാണ്. അതൊക്കെ ആയിട്ടുള്ള IT ഓപ്പറേഷൻസ്, സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്ക് ആയിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള മെഡിസിനും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് തന്നെയാണല്ലോ. സിവിൽ എഞ്ചിനീയറിംഗിന് പോകണോ അല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പോകണോ. ഇപ്പോഴും പല പാരന്റ്സും എന്നെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് മെഡിസിന് പോകാൻ എന്താ വേണ്ടത്. ഈ ആര് പറഞ്ഞു MBBS പോകണം. എന്നിട്ട് ജോർജിയയിൽ പോയിട്ട് MBBS ചെയ്ത് നിങ്ങൾ ലക്ഷങ്ങൾ ചിലവാക്കി MBBS ചെയ്ത് ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല.
അവസാനം കുട്ടി ആത്മഹത്യ ചെയ്യും. എന്ന് വെച്ചാൽ കുട്ടിക്ക് പരീക്ഷ 2% പാസ് പെർസെന്റ്. ഇതൊന്നും മനസ്സിലാക്കാതെ കുട്ടികളെ വിടാതെ വേറെ പല നല്ല കോഴ്സുകളുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് കുട്ടികളെ ഡയറക്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ്, ഗ്രീൻ കോഴ്സസ്, അങ്ങനെയൊക്കെയുള്ള ഒരു പാടുണ്ട്. ഇപ്പൊ സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര സ്കോപ്പ് ഉള്ളതാണ്. പക്ഷെ ഇതിലെല്ലാം നിങ്ങൾ ചോദിക്കും മാസ് എംപ്ലോയ്മെന്റ് ഉണ്ടോ? മാസ് എംപ്ലോയ്മെന്റ് ഉള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ടാവില്ല. മാസ് എംപ്ലോയ്മെന്റ് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് ഒന്ന് അധ്യാപകരുടെ ജോലിയായിരിക്കും, മറ്റൊന്ന് മാസമായിട്ട് എംപ്ലോയ്മെന്റ് കിട്ടാനുള്ളത് നഴ്സിംഗ്, മാസമായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഏജിങ് പോപ്പുലേഷൻ കെയർ, അതൊരു മാസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിന്റെ മാസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ഉണ്ടാവുന്ന പറയുന്നത്. ബിക്കോസ് ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് കൂടുന്നതുകൊണ്ട് സൈക്കോളജിസ്റ്റിന് കൂടുതൽ ചാൻസ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഈ ക്ലൗഡ്, മറ്റേ AI, ഇതൊക്കെ ഇതിലൊന്നും നമ്മൾ മാസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മാസ് ജോബ് ഇല്ലാതാക്കാനാണ് നമ്മൾ അതാ മനസ്സിലാക്കണം. മാസ് ജോബ് ഇല്ലാതാക്കാനാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേരം പിന്നെ അതിൽ കയറിയിട്ട് നമ്മൾ മാസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ദാറ്റ് ഈസ് മീനിങ്ലെസ്. അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെൽത്ത് കെയർ സെക്ടറിലും ടെലിമെഡിസിൻ ഒരുപാട് ചാൻസ് ഉള്ളതാണ്. ഇപ്പം പല കൺസൾട്ടൻസി ടെലിഫോണിക് ആയിട്ടാണ് നടക്കുന്നത്. അതിന് ടെലിമെഡിസിനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ഡിജിറ്റൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ബയോടെക്നോളജി. പക്ഷെ ബയോടെക്നോളജി ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹൈ നെർഫ് റാങ്കിങ് ഉള്ള കോളേജുകളും അല്ലെങ്കിൽ ഗ്ലോബൽ റാങ്കിങ് ഉള്ള കോളേജുകളിലെ പോയിട്ട് കാര്യമുള്ളൂ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം. അല്ലാണ്ട് ബയോടെക്നോളജി ഒന്നും വെറുതെ ഓപ്റ്റ് ചെയ്ത് കോളേജിൽ പോയിട്ട് തിയറി പഠിച്ച് പുറത്തു വന്നിട്ട് യാതൊരു കാര്യമില്ല. റിമോട്ട് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും നമുക്ക് ഒരുപാട് ഇപ്പൊ ചാൻസുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത്. എൻവയോൺമെന്റൽ സയൻസ്, ഇപ്പൊ സസ്റ്റൈനബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ വരുന്നതാണ് എൻവയോൺമെന്റൽ സയൻസും എൻവയോൺമെന്റൽ പോളിസി മേക്കിങ്ങും, അതൊക്കെ ആയിട്ടുള്ള ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഇതിലൊന്നും നിങ്ങൾ എന്നോട് ഈ മാസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ജയകുമാർ ചോദിച്ച മാസ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഇനി ആ സംഭവം ഉണ്ടാവില്ല. അത് ഉണ്ടാവുന്ന നഴ്സിംഗിലും അധ്യാപകന്മാരുടെ ടീച്ചിങ് അങ്ങനെയൊക്കെയുള്ള പ്രൊഫഷൻസിലെ ഈ മാസ് എംപ്ലോയ്മെന്റ് കാണുള്ളൂ. അതിൽ അധ്യാപകന്മാരുടെ ടീച്ചിങ് തന്നെ കുറെയൊക്കെ ഓൺലൈനായിട്ട് മാറും. ഇനി ഒരുപാട് ഓൺലൈനായിട്ട് മാറും. അതിൽ അധ്യാപകന്മാരുടെ അവസരങ്ങൾ കുറയും. എന്നുവെച്ചാൽ ഒരു ലെക്ചർക്ക് തന്നെ ഇന്നിപ്പം വേൾഡിന്റെ പല ഭാഗങ്ങളിലുള്ള കുട്ടികളെ ഒരേ സമയത്ത് അഡ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ നമുക്ക് അധ്യാപകന്മാരുടെ ചാൻസും കുറയും. ഇതിൽ ആഡ് ചെയ്തൊരു സംശയം ചോദിക്കാനുള്ളത് NEP-യുടെ ഭാഗമൊന്നുമല്ല, പക്ഷെ ഈ ഒരു ടോപ്പിക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഇൻ കേസ് ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, അതായത് ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ ഒക്കെ അവര് സെക്ടർ തിരിച്ചിട്ട് ഇത്ര സെക്ടറിൽ വരുന്ന നിയർ ഫ്യൂച്ചറിൽ ഇത്രത്തോളം പിന്നെ ആവറേജ് ഇത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രഡിക്ഷൻ ചെയ്യാറ്. അപ്പൊ ഇന്ത്യ പോലൊരു രാജ്യത്ത് അതിനെന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അതിനെന്തെങ്കിലും ഡാറ്റ എന്തെങ്കിലും ഡാറ്റ അനാലിസിസോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുന്നുണ്ടോ ഇൻ ഫ്യൂച്ചറിൽ? അങ്ങനെ എന്തെങ്കിലും ഒരു സെക്ടർ വൈസ് ഏകദേശം ആവറേജ് ഇത്ര ഓപ്പണിങ്സ് വരാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് 10 years 15 years അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചൂസ് ചെയ്യാനും എളുപ്പമായല്ലോ, സബ്ജക്ട് ചൂസ് ചെയ്യാനും. വളരെ നല്ല ചോദ്യമാണ്. ഒരു ഫ്യൂച്ചറിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടത്താൻ പറ്റും. ഇത് നമുക്ക് അതിലുള്ള ഡാറ്റ എഞ്ചിനീയേഴ്സും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഡാറ്റാ സയന്റിസ്റ്റും ഡാറ്റ എഞ്ചിനീയേഴ്സും എല്ലാം ഡാറ്റ പൂൾ ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതിനുള്ള ഒരു വിൽ പവർ ഉള്ള ഒരു പോളിസി മേക്കേഴ്സ് നടത്തുന്നില്ല. പിന്നെ പല ഡാറ്റകളും ഇന്ത്യയിലൊക്കെ കാര്യം, ഇന്ത്യയിലെ മാത്രമല്ല പല രാജ്യങ്ങളിലെയും ഡാറ്റകൾ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ അതോറിറ്റിയാണ്. പൊളിറ്റിക്കൽ അതോറിറ്റീസ് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട്. അവർ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റകൾ മുഴുവൻ അവരുടെ ഭരണകൂടത്തിന് സപ്പോർട്ട് ചെയ്യാൻ. അത് ഒരു രാഷ്ട്രീയം എന്നല്ല, ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഭൂരിപക്ഷം രാജ്യങ്ങളിലും അത് പൊളിറ്റിക്കലി ഡോമിനേറ്റഡ് ആണ് ഈ പോളിസീസ്. നമുക്ക് നല്ല ടെക്നോളജി ഉണ്ട് ഇതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ. പക്ഷെ ആ ടെക്നോളജികൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. അതാണ് ഇന്ത്യയുടെ ഒരു പ്രശ്നം. അതൊന്ന് കൃത്യമായിട്ട് പൂൾ ചെയ്യാനോ, ഇപ്പൊ നമ്മൾക്ക് ഗവൺമെന്റ് സെക്ടർ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആയാലും അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കാണുന്ന ഡാറ്റ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ്. അവരുടെ ഡാറ്റ പിന്നെ ആരെ നമ്മൾ വിശ്വസിക്കും എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു കാലമാണ്. പക്ഷെ ഇത് ചെയ്യാം, മാധവൻ ചോദിച്ച ചോദ്യം തന്നെയാണ്. അത് ചെയ്യാൻ പറ്റും, ചെയ്യണം എന്നാൽ മാത്രമേ കുട്ടികൾക്ക് നാളെ അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു മറുപടി ആയിരിക്കും. നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല.
ഇപ്പൊ ഈ NEP വരുമ്പോഴും ഇത്രത്തോളം വലിയ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പോകുന്നു പറയുമ്പോഴും ഇത്തരത്തിൽ ആ ഒരു എന്താ പറയാ ജോബുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു റിസർച്ചോ അല്ലെങ്കിൽ ഈ സെക്ടർ ധരിച്ചിട്ടുള്ള ഒരു ഓപ്പണിങ്സ് അറിയാനുള്ള അത്തരത്തിലുള്ള ഒരു റിസർച്ചും നടക്കുന്നില്ല എന്നാ പറയുന്നത് അല്ലേ? അതായത് ഒരു സൈഡില് എഡ്യൂക്കേഷൻ രംഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിനെ എങ്ങനെ ജോലി കിട്ടാനുള്ള ഒരു സെക്ടറുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ലിങ്ക് ഇപ്പോഴും ഇല്ല എന്നല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കും? അതൊക്കെ സ്കിൽ ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഒരുപാട് സ്കിൽ ട്രെയിനിങ്ങും എംപ്ലോയബിലിറ്റി ട്രെയിനിങ്ങും ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കാർക്ക് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ സ്കിൽ ട്രെയിനിങ് പറഞ്ഞാൽ നല്ല സ്കിൽ ട്രെയിനിങ് നടത്തിയാലും ഇപ്പൊ ഒരു 10 ഓപ്പണിംഗേ ഉള്ളൂ, 15 പേരെ നല്ല രീതിയിൽ സ്കിൽ ട്രെയിനിങ് നടത്തി കഴിഞ്ഞാലും എന്താ പറയാ വേസ്റ്റ് ആവുമല്ലേ ഇന്ന് 5 പേര് പിന്നെ ഔട്ടാവും. അതാണല്ലോ പറഞ്ഞത്. ഇപ്പൊ IIM എന്നും IIT എന്നും അവിടെ പോലും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. ഇപ്പൊ ബോംബെ IIT ഇപ്പൊ റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടോ? ബോംബെ IITയിലൊക്കെ 25% ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടന്നുള്ളൂ. അതിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണല്ലേ ഇപ്പൊ ഇന്ത്യയിലെ ഒന്നും നടക്കുന്നില്ല അല്ല, കുറച്ചൊക്കെയോ നടക്കുന്നുണ്ട് പല കാര്യങ്ങളും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. പക്ഷെ എക്സാക്ട് ആയിട്ട് എത്രയാണ് ഡാറ്റ, എത്ര എഞ്ചിനീയേഴ്സ് നമുക്ക് എത്ര ഡാറ്റ എഞ്ചിനീയേഴ്സിനെ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സൈറ്റൊന്നും കിട്ടില്ല. ഇപ്പൊ മാധവന്റെ ചോദ്യം ഇതാണ്, 10 വർഷം കഴിഞ്ഞാൽ എത്ര ഡാറ്റ സയന്റിസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി വരും? ഒരു ആഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു കണക്കുണ്ടോ എന്നുള്ളത്, അങ്ങനെ ഒരു കണക്ക് നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ഇപ്പൊ കിട്ടാൻ പോകുന്നില്ല. ആവറേജ് ആയിട്ട് പോലും പിന്നെ അത്തരത്തിലൊരു അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് നടക്കുന്നില്ല എന്നർത്ഥം. ചില പ്രഡിക്ഷൻസ് നടത്തുന്നുണ്ട്, പ്രൈവറ്റ് ഏജൻസീസ് ചില പ്രഡിക്ഷൻസ് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാണ്ട് അത് വിശ്വസിച്ചിട്ട് നമുക്കൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ലെവലൊക്കെ അതൊരു ട്രെൻഡ് മാത്രമാണ്. അവര് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് അവര് പബ്ലിഷ് ചെയ്യും. പക്ഷെ ആ ട്രെൻഡ് ഒന്നും നമുക്കിപ്പോ വിശ്വസിക്കാം. അത് നമ്മള് എന്താ പറയാ, ഈ ഇലക്ഷൻ കഴിഞ്ഞ ഒരു പോൾ ഉണ്ടല്ലോ, ആ എക്സിറ്റ് പോൾ പോലെയാണ്. മറ്റേ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടും ഇപ്പൊ നിലവിലില്ല. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് അടുത്ത വർഷം എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എത്ര പേരെ റിക്രൂട്ട് ചെയ്യുന്ന അവർ പറയുന്നില്ലല്ലോ. ഒരു കമ്പനിയും വന്ന് പറയുന്നില്ല 5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്ര പേരെ വേണം, ഇന്ന് എംപ്ലോയബിലിറ്റി സ്കിൽ, അങ്ങനെ കമ്പനികളും വന്ന് പറയുന്നില്ല. ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഡയറക്റ്റ് അല്ലേ? അപ്പോ നമ്മൾ അതായത് ഇപ്പൊ ഒരു 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് ഇന്ന രീതിയിൽ വഴിതിരിച്ചു വിടണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 5 years ഏത് സെക്ടറിലേക്ക് ഏത് രീതിയിലായിരിക്കും ഓപ്പണിംഗ് വരുവാന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഒരു പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അതിലെന്തെങ്കിലും എഫേർട്ട്, എന്തെങ്കിലും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്തെങ്കിലും നടക്കും? അതിൽ തന്നെ ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര മാറ്റങ്ങൾ വന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിലും നമ്മൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടും എന്നുള്ളതാണ് വേറൊരു വിഷയം അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഈ 10 വർഷം കഴിഞ്ഞ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. ലോകം എങ്ങനെയാ മാറുന്നതെന്ന് ആർക്കും അറിയില്ല. അല്ല 10 എന്നുള്ള ഞാനൊരു നമ്പർ പറഞ്ഞു നോക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ പറയാം, 3-4 years ഇപ്പൊ 2 to 3 years കൊണ്ട് തന്നെ ഭയങ്കര മാറ്റം ഉണ്ടാവുന്നത്. അതെ, ഇപ്പൊ ക്രിപ്റ്റോ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം, അതൊക്കെ ബ്ലോക്ക് ചെയിൻ പറഞ്ഞത്. ബ്ലോക്ക് ചെയിൻ നമ്മൾ ആദ്യം ഒരു വർഷം മുന്നേ വരെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് ക്രിപ്റ്റോ കറൻസിയാണ്. ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ടാണ് നമ്മൾ മനസ്സിലായത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മുഴുവൻ ഇപ്പൊ ഈ ബ്ലോക്ക് ചെയിൻ അതേ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം, സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാമെന്ന് നമ്മൾ ഇപ്പൊ ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ അതിൽ നമുക്ക് കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ്, ഹെൽത്ത് കെയറിലൊക്കെ ഈ ഇതിന് ബ്ലോക്ക് ചെയിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ആദ്യം ഇത് വെറുതെ നമ്മൾ ഈ പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസിക്ക് മാത്രമായിരുന്നു ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വർഷം മുന്നേ വരെ. നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പൊ അതൊന്നല്ല. ഇപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫിനാൻസ്, ഹെൽത്ത് കെയർ, ട്രാവൽ മാനേജ്മെന്റ് എല്ലാറ്റും ബ്ലോക്ക് ചെയിൻ ആണ്. എനിക്ക് തോന്നുന്നു കുറച്ചെന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊക്കെ ഒരു ഡിസ്കഷനാണ്. ഞാനത് ഒരു സെഷൻ എടുക്കുക എന്നുള്ളതിനേക്കാളും ഞാൻ പെട്ടെന്ന് സെഷൻ വൈൻഡപ്പ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് പോയത്. സെഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട്. അത് നമ്മൾക്കറിയുന്ന അറിവിനെ അങ്ങ് വെറുതെ പാസ് ഔട്ട് ചെയ്യുക മാത്രമാണ്. പക്ഷെ അത് ഓഡിയൻസിന് എന്താ പറയാ, ഓഡിയൻസിന് അതാണോ വേണ്ടത് നമുക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുള്ള സെഷനാണ് ഞാനിപ്പോ പൊതുവെ എടുക്കാറ്. ഞാൻ ആദ്യമേ പറയാറുണ്ട്, ഞാൻ അധികം സംസാരിക്കില്ല, ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും ആൻസർ ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിലല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് IKS അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്?
ശ്രമിക്കുന്നത് ഈ നമ്മുടെ തിയറിറ്റിക്കലായിട്ട് ഈശ്വരേട്ടാ നമ്മൾ ഈ പറയുന്ന പലതും നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു ഗ്രൗണ്ട് ലെവൽ ഇംപ്ലിമെന്റേഷനിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ സംശയം. ഈ NEP-യിൽ പറയുന്ന പല കാര്യങ്ങളും ഫിലോസഫിക്കലായിട്ടും തിയററ്റിക്കലാക്കിയും നോക്കിയാൽ വളരെ നല്ലതാണ്, പക്ഷെ നമ്മുടെ മാസ് പോപ്പുലേഷൻ കൊണ്ട് നമുക്ക് അതൊന്നും ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കുറവ് നമുക്കുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വോട്ട് ഓഫ് താങ്ക്സ് അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയ NEP-യുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കൺകറന്റ് ലിസ്റ്റ് ആണ്. സോ സ്റ്റേറ്റ്സ് അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. ആൻഡ് നമ്പർ 2, ദ പോളിസി ലെവലിൽ ഗംഭീരമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇൻ റിയാലിറ്റി നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻ സംതിങ് ഡിഫറെൻ്റ് ആണ്. അത് വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് സൊസൈറ്റി ലെവലിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് എത്രത്തോളം നല്ല രീതിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് ഇതിലൊരു ഒബ്സർവേഷനായിട്ട് എന്താ പറയുക, ഒരു ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിവേ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫോർമൽ സ്ട്രക്ചറും അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു വിഷനും മിഷനും ഒക്കെ സാറ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. എല്ലാവർക്കും ഒരുവിധം നല്ല രീതിയിൽ തന്നെ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ സാറിനെ സഭായകം അക്കാഡമിയുടെ പേരിൽ ഒഫീഷ്യലി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.